അസ്സലാമു വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫുൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മാധ്യമപ്രവർത്തകരെ, ഇത് ഒരു വലിയ പ്രസംഗത്തിനൊന്നും ഒരു സമയമല്ല, അതിനുള്ള വേദിയുമല്ല. കാരണം മനസ്സും അതിനെ അനുവദിക്കുന്നില്ല. കാരണം പെട്ടെന്ന് പോകേണ്ടതാണ്. അതുകൊണ്ട് ഒരു 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 മനസ്സിനൊരു സമാധാനം കിട്ടുന്നില്ല. അത്രയേ ഉള്ളൂ, വേറെ കാര്യമൊന്നുമില്ല. ഇന്ന് മുസ്ലിം സമൂഹം, മുസ്ലിം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഞാൻ പറയേണ്ട കാര്യമില്ല, നിങ്ങൾക്കൊക്കെ അറിയാം. ഇസ്ലാം എന്ന് പറയുന്നത് ഒരു മതമായിട്ട്, കേവലം ഒരു മതമല്ല. ഇസ്ലാം എന്ന് പറയുന്നത് ഒരു ആശയമാണ്. ഇസ്ലാം ഒരു മതം ആയിട്ട് അതിനെ നമ്മൾ ചുരുക്കാൻ പാടില്ല. ഇസ്ലാമിനെ, ആ കാഴ്ചപ്പാട് ഇസ്ലാമിൽ വിശ്വസിക്കുന്ന എല്ലാവർക്കും വേണം. ഇസ്ലാമിൽ അടിയുറച്ച്, ഈ ഇസ്ലാം എന്ന് പറയുന്ന ഈ മഹത്തായ ആശയത്തിൽ അടിയുറച്ച് വിശ്വസിക്കുന്നവനാണ് ഒരു മുസ്ലിം. പക്ഷേ ആ മുസ്ലിം സമൂഹം ഇന്ന് ലോക മനസാക്ഷിക്ക് മുമ്പിൽ ഒരുപാട് ചോദ്യചിഹ്നങ്ങൾ ഉയർത്തുന്നുണ്ട്, ഒരുപാട് ബുദ്ധിമുട്ടുകൾ സമൂഹത്തിന് സൃഷ്ടിക്കുന്നുണ്ട് എന്നുള്ളതൊരു സത്യമാണ്. അത് മുസ്ലിങ്ങളൊന്നുമല്ല, മുസ്ലിം നാമധാരികൾ എന്ന് മാത്രമേ നമുക്കതിനെ പറയാൻ പറ്റുന്നുള്ളൂ. ഇപ്പം തന്നെ നിങ്ങൾക്കറിയാം, ഇപ്പോൾ 2 ദിവസം മുമ്പ് ജമ്മുവിൽ നടന്ന സംഭവം. ജമ്മുവിൽ ഇന്ത്യൻ മിലിറ്ററിക്ക് നേരെ പോയി നടന്ന ഒരു സംഭവം. അത് ഏത് വിധത്തിലുണ്ടായി എന്നുള്ളതിനെക്കുറിച്ച് ഒരുപാട് സംശയങ്ങൾ നമുക്കൊക്കെ നമ്മുടെ മനസ്സിലൊക്കെ അവശേഷിക്കും. കാരണം ഈ സാമൂഹ്യ കാലാവസ്ഥയിൽ അതെങ്ങനെ ഉണ്ടായി എന്നുള്ളതിനെക്കുറിച്ച്. കാരണം മിലിറ്ററി കോൺവോയുടെ മുമ്പിലേക്ക് ഇങ്ങനൊരു വാഹനം കടന്നു വരാൻ പാടുള്ളതല്ല. സുരക്ഷാ വീഴ്ച അവിടെ ഉണ്ടായിട്ടുണ്ട്. ആ രീതിയിലൊരു കാഴ്ചപ്പാടും ഉണ്ട് അതിനെ സംബന്ധിച്ചിടത്തോളം. എന്തായാലും ഒരു സംഭവം ശരിയാണ്, ഇത്രത്തോളം ആളുകൾ കൊല്ലപ്പെട്ടു. 39 പേര്, ഇപ്പം 40 പേരായെന്ന് തോന്നുന്നു. 40 പേര് കൊല്ലപ്പെട്ടു. 40 സൈനികരെയാണ് നമ്മുടെ രാജ്യത്തിന് നഷ്ടപ്പെട്ടത്. അത് വരുമ്പോൾ ഇതിനെല്ലാം വിരൽ ചൂണ്ടുന്നത് ഞാൻ ഈ പറഞ്ഞതുപോലെ മുസ്ലിം നാമധാരികൾക്കെതിരെയാണ്. അതാണ് പ്രശ്നം. അങ്ങനെ വരുമ്പോൾ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതെല്ലാം വലിയ പ്രശ്നങ്ങളായിട്ട് മാറിയിരിക്കുകയാണ് ഇന്ത്യൻ സമൂഹത്തിൽ. എപ്പോഴും അങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. അതൊരു വസ്തുതയാണ്, സമ്മതിച്ചേ പറ്റുള്ളൂ. ഒരുപാട് സംശയങ്ങൾ മുസ്ലിം സമൂഹത്തിനെ സംബന്ധിച്ചുണ്ടായിട്ടുണ്ട്. ഉദാഹരണമായിട്ട് ഒരു ജഡ്ജി എൻ്റെ കൂടെ ഇരുന്നിട്ടുള്ളതാണ്. ഒരു ജഡ്ജ്മെൻറ്റിനകത്ത് വെറുതെ ഒരു കാര്യം പറഞ്ഞതാണ്. അതായത് ഒരു മുസ്ലിം യുവാവ് ഒരു ഹിന്ദു യുവതിയെ വിവാഹം കഴിച്ചു, പ്രേമിക്കുന്നതിന് സർട്ടിഫിക്കറ്റ് ഒന്നും ആരും വാങ്ങിച്ചു നോക്കാറില്ല. പ്രേമിക്കുന്നവർ പ്രായം നോക്കാറില്ല. അതിന് സർട്ടിഫിക്കറ്റ് വാങ്ങിച്ച് നോക്കിയിട്ട് പ്രേമിക്കണമെന്ന് ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട് ഇങ്ങനെയുള്ളവന്മാരുടെ അടുത്ത്. അതൊന്നും നോക്കുന്നില്ല. ജാതിയോ മതവും ഒന്നും പ്രണയത്തിന്, അതായത് പ്രണയം എന്ന് പറയുന്നതും ആ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നതും യുവതീ യുവാക്കളെ സംബന്ധിച്ചിടത്തോളം ഒരു ബയോളജിക്കൽ നെസസിറ്റിയാണ് എന്നേ പറയാൻ പറ്റുന്നുള്ളൂ. അപ്പോൾ അതിന് മതമോ ജാതിയോ വിഭാഗീയതയോ രാഷ്ട്രീയമോ ഒന്നും പ്രശ്നമല്ല ഈ കാര്യത്തിന്. അങ്ങനെ വന്നപ്പോൾ ഒരു യുവതിയെ, ഒരു ഹിന്ദു പെൺകുട്ടിയെ ഒരു മുസ്ലിം യുവാവ് കല്യാണം കഴിച്ചു. ആ പ്രശ്നത്തിനകത്ത് ഒരു ഹേബിയസ് കോർപ്പസ് ഹർജി വന്നപ്പോൾ കേരള ഹൈക്കോടതിയിലെ ഒരു ജഡ്ജി ഇരുന്ന് പറഞ്ഞ ഒരു വാചകമാണ് ലവ് ജിഹാദ്. എന്താണ് ഈ ജിഹാദ് എന്ന് പറഞ്ഞാൽ അറിഞ്ഞൂടാ. അത് ലവ് ജിഹാദ് എന്ന് പറയുന്ന ഒരു ടേം എങ്ങനെ വന്നെന്ന് അറിഞ്ഞൂടാ. ഇന്നിപ്പോൾ അത് ഇന്റർനാഷണലി അക്സെപ്റ്റഡ് ആയിട്ടുള്ള ഒരു ടേമായിട്ട് അങ്ങ് മാറി. അതാ നോക്കിക്കോളൂ, അത് കോടതികളൊക്കെ അംഗീകരിക്കുന്ന ഒരു ടേമായിട്ട് അങ്ങ് മാറി. അപ്പോൾ അയാളോടൊപ്പം ഞാനൊരു ഡിവിഷൻ ബെഞ്ച് പങ്കിട്ടപ്പോൾ അതിൽ ഒരു മുസ്ലിം പെൺകുട്ടിയെ ഒരു ഹിന്ദു യുവാവ്, അതായത് MBBSന് ഒരു പ്രശസ്തമായ കോളേജിൽ പഠിക്കുന്ന ഒരു കുട്ടി, ഒരു പ്രവാസിയുടെ മകളാണ്. വളരെ കഷ്ടപ്പെട്ട് അയാൾ ഇവിടെ വന്ന് കിടന്ന് കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ പണം കൊണ്ട് ആ പെൺകുട്ടിയെ പഠിപ്പിക്കുകയാണ്. അതിനെ ഒരു ഓട്ടോറിക്ഷ ഓടിക്കുന്ന ഒരു വായി നോക്കി ഒരുത്തൻ വന്ന് ഇതിനെ തട്ടിക്കൊണ്ടുപോയെന്ന് പറഞ്ഞാൽ അത് പ്രേമിച്ച് കൊണ്ടുപോയതാണ്. അപ്പം ഞാൻ ഇയാളോടത്ത് ചോദിച്ചു, ഇതെന്ത് ജിഹാദാണെന്ന് ഞാൻ ചോദിച്ചു. അതിന് മറുപടി ഇല്ലായിരുന്നു. അതിനെന്തോ ജിഹാദെന്ന് നമ്മൾ പറയും. അപ്പോൾ ആ അതാണ് ഞാൻ പറഞ്ഞത്, ഈ കാഴ്ചപ്പാടെന്ന് പറയുന്നത് വളരെയധികം ബുദ്ധിമുട്ട് ജനങ്ങൾക്ക് ഉണ്ടാകുന്ന ഒരു കാര്യമാണ്. ഇത് വന്നതിന് ശേഷം ഇപ്പോൾ അത് ഞാൻ പറഞ്ഞില്ലേ, ഈ പലരും വിവാഹം കഴിക്കാറുണ്ട്, ജാതി മതമൊന്നും ആ കാര്യത്തിൽ നോക്കാറൊന്നുമില്ല. അങ്ങനെ വരുമ്പോഴെല്ലാം അതിൽ മുസ്ലിം യുവാക്കൾ വിട്ടുപോയി കഴിഞ്ഞാൽ അതിന് ഈ ലവ് ജിഹാദ് എന്നുള്ള ഒരു ഓമനപ്പേര് ഇപ്പോൾ കൊടുക്കാനുള്ള ഒരു കാലാവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. ആ സാമൂഹ്യ കാലാവസ്ഥ അതായിട്ട് മാറി. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ് മുസ്ലിം സമൂഹം. പിന്നെന്താണെന്നറിയോ, ഇത് അതിനകത്ത് മാത്രമല്ല, എപ്പോഴും മുസ്ലിം സമൂഹത്തിൻ്റെ ഒരു അപജയമെന്ന് പറയുന്നത് അവർ മുഖ്യധാരയിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നു എന്നുള്ളതാണ്. ഒരു കാഴ്ചപ്പാടുണ്ട്. അവർ മുഖ്യധാരയുമായിട്ട് നീങ്ങാൻ അവർ ശ്രമിക്കുന്നില്ല.
അവരങ്ങനെ ഒരു 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 സമീപനം അവരുടെ ഭാഗത്തു നിന്നുണ്ട്. അത് ഇവിടെ മറ്റ് മതസ്ഥരൊക്കെ ഉണ്ടെന്ന് എനിക്കറിയാം, പക്ഷെ അതൊന്നുമല്ല ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്ന കാര്യം അതിനെ സംബന്ധിച്ചിടത്തോളമൊന്നുമല്ല. നമ്മുടെ ഇന്ത്യൻ ഭരണഘടന അതിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഭരണഘടന കോഡിഫൈ ചെയ്തപ്പോൾ ഡോക്ടർ അംബേദ്കറുടെ നേതൃത്വത്തിലുള്ള കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി അത് കോഡിഫൈ ചെയ്ത് കഴിഞ്ഞപ്പോൾ അവരെല്ലാ മതങ്ങളും പഠിച്ചു. കാരണം ഇന്ത്യ എന്ന് പറയുന്നത് വളരെ മതവൈവിധ്യമുള്ള ഒരു രാഷ്ട്രമാണ്. ഒരു അത്രത്തോളം മതങ്ങളുള്ള രാജ്യം, ഇത്രത്തോളം മതങ്ങളുള്ള ഒരു രാഷ്ട്രവും ലോകത്ത് വേറെയില്ല, കാണാൻ കിട്ടത്തില്ല. അത്രത്തോളം റിലീജിയസ് ഡൈവേഴ്സിറ്റി നമ്മൾ പറയും, മതവൈവിധ്യമുള്ള രാജ്യമാണ്. ലിംഗ്വിസ്റ്റിക് ഡൈവേഴ്സിറ്റി അതുമുള്ള രാജ്യമാണ്. അപ്പോൾ ഈ രാജ്യത്തിനെ സംബന്ധിച്ചിടത്തോളം ഇത് എല്ലാ മതങ്ങളും പഠിക്കേണ്ടതായി വന്നു കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിക്ക്. കാരണം ഇന്ത്യയിലെ ജനങ്ങളെ അവർ പഠിക്കണം. എല്ലാ മതഗ്രന്ഥങ്ങളും അവർ പഠിച്ചു. അവർ ഭഗവത്ഗീത പഠിച്ചു, അവർ പരിശുദ്ധ ഖുർആൻ പഠിച്ചു, അവർ ബൈബിള് പഠിച്ചു, ഗുരുഗ്രന്ഥ സാഹിബ് പഠിച്ചു. ഇതേപോലുള്ള എല്ലാ മതഗ്രന്ഥങ്ങളും അവർ പഠിച്ചു. പഠിച്ചതിന് ശേഷമാണ് ഇന്ത്യൻ ഭരണഘടനയിൽ മൗലികാവകാശങ്ങളും മൗലിക ബാധ്യതകളും അവരെഴുതി ചേർത്തത്. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? ഇന്ത്യൻ ഭരണഘടന എന്ന് പറയുന്നത് ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം, ഭാരതീയരെ സംബന്ധിച്ചിടത്തോളം, ഭാരതത്തിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് പരിശുദ്ധ ഖുർആൻ തന്നെയാണ്, അത് ബൈബിളാണ്, അത് ഗുരുഗ്രന്ഥ സാഹിബാണ്, അത് ഭഗവത്ഗീതയാണ്. ഇതെല്ലാം ഉണ്ട്. കാരണം ഇതിൻ്റെ എല്ലാ സാരാംശങ്ങളും എല്ലാ തത്വങ്ങളും അതിൻ്റെ കാതലായിട്ടുള്ള എല്ലാ പ്രിൻസിപ്പിൾസും അതിൽ അരച്ച് കലക്കി നമ്മുടെ ഭരണഘടനയിൽ ചേർത്തിട്ടുണ്ട്. അത് ഒരുപാട് ആളുകൾക്ക് അറിഞ്ഞുകൂടാ, അതാണ് പ്രശ്നം വരുന്നത്. അപ്പോൾ നമ്മൾ ഓരോന്ന് ചിന്തിച്ചു നോക്കിയുള്ളൂ. ഹിന്ദു പറയുന്നത്, മതങ്ങളെന്ന് പറയുന്നതിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ശ്രീനാരായണ ഗുരു അവിടെ പറഞ്ഞു, ഇവിടെ ഞാൻ പറഞ്ഞു പോകുന്നത് അല്ല, നമ്മുടെ നാടാന്നുള്ള ഒരു ഓർമ്മയിലാണ്. അവിടെ ശ്രീനാരായണ ഗുരു പറഞ്ഞു, മതങ്ങളെന്ന് പറഞ്ഞാൽ മതങ്ങളെല്ലാ മതങ്ങളും ഒന്നാണെന്ന് അദ്ദേഹം പറഞ്ഞപ്പോൾ ഒരാൾ ചോദിച്ചു, ഒരു പത്രലേഖകൻ അന്നത്തെ കാലത്ത് ചോദിച്ചു, ഗുരു പറഞ്ഞല്ലോ മതങ്ങളെല്ലാം ഒന്നാണെന്ന്, എന്നാൽ ആചാരങ്ങളെല്ലാം വിഭിന്നങ്ങളല്ലേ? മുസ്ലിങ്ങൾ ഏകദൈവത്തിൽ വിശ്വസിക്കുന്നു, അവർ പടിഞ്ഞാറ് നോക്കി, അതായത് കാബയെ നോക്കി നമസ്കരിക്കുന്നു, അവർ കാബ ദിക്കിനെ നോക്കി നമസ്കരിക്കുന്നു, അവർ ഏകദൈവ വിശ്വാസികളാണ്. അപ്പോൾ നേരെ മറിച്ച് ക്രിസ്ത്യാനികൾ അവർ തൃത്വത്തിൽ വിശ്വസിക്കുന്നു, പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ്, അതാണ് അവരുടെ കാഴ്ചപ്പാട്. ഹിന്ദുക്കളാണെങ്കിൽ അവരുടെ ആത്മീയതയും വേദാന്തവുമാണ് അവരുടെ പ്രിൻസിപ്പിൾ. ഇതൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ ഗുരു പറയുന്നത് കാരുണ്യമാണ്. അപ്പോൾ ഇതെല്ലാം കൂടെ എങ്ങനെ പോകും എന്ന് ചോദിച്ചപ്പോൾ ഗുരു ചോദിച്ച ഒറ്റ കാര്യമുള്ളൂ. ശ്രീനാരായണ ഗുരു ചോദിച്ചു, നിങ്ങൾ മതങ്ങളെന്ന് ഉദ്ദേശിക്കുന്നത് ആചാരങ്ങളെയാണ്. ആചാരങ്ങളാണെങ്കിൽ അത് വിഭിന്നങ്ങളാണ്, അത് മനുഷ്യ സൃഷ്ടിയാണ്, അത് മതങ്ങളല്ല. അതാണ് മതങ്ങളെന്ന് നിങ്ങൾ പറഞ്ഞാൽ, ആചാരങ്ങളാണ് നിങ്ങൾ മതങ്ങളെന്ന് പറഞ്ഞാൽ അത് വിഭിന്നമാണ്, ഒരിക്കലും ഒന്നാകുന്നില്ല. നേരെ മറിച്ച് മതങ്ങൾ ധാർമ്മിക മൂല്യങ്ങളാണ്, മതങ്ങളുടെ മൂല്യങ്ങളാണ് പ്രശ്നമെങ്കിൽ എല്ലാ മതങ്ങളുടെയും മൂല്യം ഒന്ന് തന്നെയാണ് എന്നാണ് ശ്രീനാരായണ ഗുരു പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, ഇപ്പം നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയുള്ളൂ, എല്ലാ മതങ്ങളും എന്താണ് അനുശാസിക്കുന്നത്? ഹിന്ദു പറയുന്ന ആത്മീയതയും വേദാന്തവും, ശ്രീനാരായണ ഗുരുവിൻ്റെ കാരുണ്യവും, യേശു ക്രിസ്തുവിൻ്റെ സ്നേഹവും സമാധാനവും, റസൂലിൻ്റെ സാഹോദര്യവും, ഇതെല്ലാം ഒന്ന് തന്നെയല്ലേ? പരസ്പര പൂരകങ്ങളല്ലേ ഇതെല്ലാം? സാഹോദര്യം വേണമെങ്കിൽ അവിടെ കാരുണ്യം വേണം, അവിടെ സ്നേഹം വേണം, സമാധാനം വേണം, ആത്മീയത വേണം, വേദാന്തം വേണം. ശരിയായ സാഹോദര്യം വേണമെങ്കിൽ ഇതെല്ലാം വേണം. കാരുണ്യം വേണമെങ്കിലോ ഇത് മുഴുവൻ വേണം. ആത്മീയത വേണമെങ്കിലോ ഇതെല്ലാം വേണം. അപ്പോൾ സ്നേഹവും സമാധാനം വേണമെങ്കിലോ മറ്റ് ഇൻഗ്രീഡിയൻസ് എല്ലാം ഇതുപോലെ വേണം. അപ്പോൾ മൂല്യങ്ങൾ നോക്കുകയാണെങ്കിൽ, ധാർമ്മിക മൂല്യങ്ങൾ നോക്കുകയാണെങ്കിൽ എല്ലാ മതങ്ങളും ഒന്നാണ് എന്ന് ശ്രീനാരായണ ഗുരു പറഞ്ഞത് വളരെ ശരിയാണ്. അപ്പോൾ നമ്മൾ ചോദിക്കും, ഒരു മുസ്ലിം എങ്ങനെ ഇങ്ങനെ പറയുന്നതെന്ന് ചോദിക്കാം. ഞാൻ മുസ്ലിമാണ്, അതെൻ്റെ സ്വകാര്യതയാണ്, ഞാൻ മുസ്ലിമാണെന്നുള്ളത്. അതിൻ്റെ ആചാരങ്ങൾ മാത്രമല്ല എന്നെ സംബന്ധിച്ചിടത്തോളം, അത് എൻ്റെ സ്വകാര്യതയാണ്. എൻ്റെ മതം എന്ന് ഞാൻ പറയുന്നത് അത് ആർട്ടിക്കിൾ 25 അനുസരിച്ച് ഫ്രീഡം ടു പ്രാക്ടീസ്, പ്രൊഫസ് ആൻഡ് പ്രൊപ്പഗേറ്റ് റിലീജിയൻ എന്ന് പറയുന്ന വകുപ്പ് നമ്മുടെ ഭരണഘടനയിൽ എഴുതി ചേർത്തത് ഓരോ പൗരൻ്റെയും സ്വാതന്ത്ര്യമാണ്. എന്താ അത് അയാൾ ഏത് മതം കൊണ്ടു നടക്കണം, ഏത് മതത്തിൽ വിശ്വസിക്കണം, ഏത് രീതിയിൽ അത് പ്രൊപ്പഗേറ്റ് ചെയ്യണം. പ്രൊപ്പഗേറ്റ് എന്ന് പറഞ്ഞാൽ വിതരണം ചെയ്യുകയാണെന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് പ്രൊപ്പഗേറ്റ് എന്നുള്ളതിൻ്റെ വിതരണം എന്നാണെങ്കിലും അതിനൊരു ലിമിറ്റഡ് മീനിങ്ങേ ഉള്ളൂ. ഞാൻ എന്തുകൊണ്ട് ഇസ്ലാമിൽ വിശ്വസിക്കുന്നു, ഞാൻ എന്തുകൊണ്ട് മുസ്ലിമായി എന്നുള്ളത് ഒരാളെ പറഞ്ഞ് മനസ്സിലാക്കാനുള്ള ലിമിറ്റഡ് റൈറ്റാണ് ഈ പ്രൊപ്പഗേറ്റ് എന്ന് പറയുന്നത്. അല്ലാതെ വേറൊന്നും അതിന് അപ്പുറത്തോട്ടില്ല. അതായിരിക്കണം നമ്മുടെ കാഴ്ചപ്പാടല്ല എല്ലാ പൗരന്മാരെ സംബന്ധിച്ചിടത്തോളം. ഇത് ഞാൻ പറയാനൊരു കാരണമുണ്ട്. കാരണം ഞാൻ കോഴിക്കോട് ഒരിക്കൽ കുറേ സ്ത്രീ അഭിഭാഷകരുടെ ഒരു
അവരുടെ ഒരു സെമിനാറാണ്. അത് ഉദ്ഘാടനം ചെയ്യാനായിട്ട് പോയി. അത് ഒരു വിവാദപരമായ വിഷയമാണ് അതിനകത്തുണ്ടായിരുന്നത്. പോളിഗമി അതിനെക്കുറിച്ചുള്ള ഒരു വിഷയമാണ് അത്. അതുപോലെ തന്നെ പോളിഗമി ഉണ്ടായിരുന്നു, മുത്തലാഖ് ഉണ്ടായിരുന്നു അതിനകത്ത്. ഞാനിതിനെ എതിർത്തു, ശരിയുമാണ്. എതിർത്തെന്ന് പറഞ്ഞാൽ ഒരു പൗരൻ എന്നുള്ള നിലയ്ക്കും ഒരു ജഡ്ജി എന്നുള്ള നിലയ്ക്കും എനിക്ക് അതേ പറയാൻ നോക്കുള്ളൂ. ഇത് തന്നെ വേറെ സംഭവം ഉണ്ടായിട്ടുണ്ട്. വേറെ ഒരു കാര്യം അത് ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ കുറേ മാന്യന്മാർ പറഞ്ഞു, അത് ആരാണെന്ന് ഞാൻ പറയുന്നില്ല, അതായത് അത് പറഞ്ഞു, കമാൽ പാഷ മാപ്പ് പറയണം, അല്ലെങ്കിൽ ഇതിൽ നിന്ന് പുറത്തു പോകണം. അത് ഞാൻ അകത്തായിട്ട് വേണ്ടേ ഞാൻ പുറത്തു പോയി. എനിക്കറിഞ്ഞൂടാ ഞാൻ എന്താണെന്ന്. ഞാനൊരു മുസ്ലിമാണെന്ന് ഞാൻ അഹങ്കരിക്കുന്നതും വിശ്വസിക്കുന്നതും ഞാൻ ഇസ്ലാമിൽ വിശ്വസിക്കുന്നതും കൊണ്ടാണ്. അതെൻ്റെ സ്വകാര്യതയാണ്, അതെൻ്റെ അവകാശം, മൗലിക അവകാശമാണ്. അത് ഞാൻ അതിൽ നിന്ന് പുറത്തു പോകണമെന്ന് പറയാൻ ഏതവനാ കഴിവുള്ളത് എന്ന് ഞാൻ ചോദിച്ചിട്ടുണ്ട്. അത് ആരാണെന്ന് ഞാൻ പറയുന്നില്ല, നിങ്ങൾക്ക് അത് പിന്നെ വഴിയേ അറിയാം. ഇപ്പോൾ അവരെല്ലാം എന്നെ താങ്ങിടക്കാൻ വരുന്നുണ്ട്. ഇതിന് ശേഷം ഉണ്ടായ ഒരു കാര്യമാണ് മുത്തലാഖിനെ സംബന്ധിച്ചിടത്തോളം. അത് ഞാൻ പറഞ്ഞു, വലിയ പ്രശ്നം ഉണ്ടായി. മുത്തലാഖ് വലിയ കുഴപ്പമെന്ന് പറഞ്ഞപ്പോൾ അതായി. അത് കഴിഞ്ഞിട്ട് ജസ്റ്റിസ് മുഷ്താഖിൻ്റെ ഒരു വിധി വന്നു മുത്തലാഖിനെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ അത് പത്രക്കാർ ജഡ്ജിമാരുടെ പേര് കുറേ നാളിടത്തില്ല. അപ്പോൾ ഹൈക്കോടതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമാൽ പാഷ എന്നുള്ളതായിരുന്നു വെപ്പ്. ആളുകൾ അങ്ങനെ ധരിക്കും. അപ്പോൾ മുത്തലാഖ് നിയമവിരുദ്ധമെന്ന് ഹൈക്കോടതി. അതിനെനിക്ക് ഒരുപാട് ചീത്ത വിളിച്ചുകൊണ്ടുള്ള എഴുത്ത് കിട്ടി, പ്രസംഗങ്ങൾ ഒരുപാട് നടന്നു. കമാൽ പാഷ അങ്ങനെ ചെയ്തു, ഇങ്ങനെ ചെയ്തു, മതവിരോധിയാണെന്ന്. അതെൻ്റെ ജഡ്ജ്മെൻ്റ് അല്ല, മുഷ്താഖിൻ്റെ ജഡ്ജ്മെൻ്റാണ്. അതാ ഞാൻ പറഞ്ഞേ, ഇതുപോലും മനസ്സിലാക്കാതാണ് ഈ ക്രിറ്റിസിസം, നിരൂപണം, വ്യാഖ്യാനം വരുന്ന ഓരോ കാര്യങ്ങളും. ആ കാഴ്ചപ്പാട് ആ രീതിയിലാണ്. അത് പോയിക്കോട്ടെ. ഈ മുത്തലാഖിൻ്റെ ഇഷ്യൂ സുപ്രീം കോടതി വന്നപ്പോൾ അവിടെ ഉണ്ടായത്, മുസ്ലിം പേഴ്സണൽ ലാ ബോർഡിൽ നിന്ന് എൻ്റെ അടുത്ത് ഒരു ഒപ്പീനിയൻ പതുക്കെ വന്ന് ചോദിച്ചു, എന്ത് സ്റ്റാൻഡ് എടുക്കണം എന്ന് ചോദിച്ചു. ഞാൻ വ്യക്തമായി പറഞ്ഞു, ഇത് ഖുറാനിക്കല്ല, പരിശുദ്ധ ഖുറാൻ അനുശാസിക്കുന്നതല്ല മുത്തലാഖ്. റസൂല് പഠിപ്പിച്ചിട്ടില്ല മുത്തലാഖ് മുമ്പോട്ട് കൊണ്ടുപോകണം എന്ന് പഠിപ്പിച്ചിട്ടില്ല. അത് നിയമവിരുദ്ധമാണ്, അത് ഇസ്ലാമിക വിരുദ്ധമാണ്, അത് ഖുറാനിക്കല്ല എന്നുള്ള വ്യക്തമായ സ്റ്റാൻഡ് നിങ്ങൾ എടുക്കണം, ഇല്ലെങ്കിൽ അപകടമാണെന്ന് പറഞ്ഞു കൊടുത്തു. കേട്ടില്ല. അതിൻ്റെ ഫലം ബാക്കി നിങ്ങൾക്കറിയാമല്ലോ എന്താ ഉണ്ടായതെന്ന്. മുത്തലാഖ് നിയമവിരുദ്ധമാണെന്നും മുത്തലാഖ് മൂലം വിവാഹ ബന്ധങ്ങളൊന്നും വേർപെടുന്നില്ല എന്ന് സുപ്രീം കോടതി വിധി പ്രഖ്യാപിച്ചു. പക്ഷേ ഇത് വിളിച്ചു വരുത്തിയ കുഴപ്പം എന്താണെന്ന് ആലോചിക്കുന്നുണ്ടോ? അനാവശ്യമായി രാഷ്ട്രീയ വിവാദങ്ങൾ വിളിച്ചു വരുത്താൻ രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടി തൽപര കക്ഷികൾ പുതിയൊരു ബില്ല് കൊണ്ടുവന്നൊരു ആക്ട് ആക്കിയേക്കാണ് മുത്തലാഖിനെതിരെ. നോക്കണം, മുത്തലാഖ് മൂലം ഡൈവോഴ്സ് നടത്തിയാൽ, മുത്തലാഖ് മൂലം വിവാഹബന്ധം വേർപെടുത്തിയാൽ അത് ശിക്ഷാർഹമാണെന്നും അതിന് ഇത്രയും നാൾ ജയിലിൽ കിടക്കണമെന്നുമാണ് അതിലെ വകുപ്പ്. അത് വിവരക്കേടാണ് ആ നിയമം തന്നെ. കാരണം സുപ്രീം കോടതി പറഞ്ഞത് എന്താണ്? മുത്തലാഖ് നിയമവിരുദ്ധമാണ്, മുത്തലാഖ് മൂലം വിവാഹബന്ധങ്ങളൊന്നും വേർപെടുന്നില്ല, മുത്തലാഖ് അസാധുവായതുകൊണ്ട് വിവാഹബന്ധങ്ങളൊന്നും വേർപെടുന്നില്ല, അതുകൊണ്ട് മുത്തലാഖ് ചൊല്ലി വിവാഹബന്ധം വേർപെടുത്താൻ ആർക്കും കഴിയില്ല എന്നുള്ളതാണ് സുപ്രീം കോടതി വിധിച്ചത്. ഉടനെ അടുത്ത ആക്ട് വല്ല ആവശ്യമുണ്ടോ? ഈ ആക്ട് കൊണ്ടുവരേണ്ടത് അറിയാൻ വയ്യാതെ ചെയ്യുന്നതല്ല. ഇത് മുസ്ലിം ജനതയെ ഏത് വിധത്തിലൊക്കെ ഉപദ്രവിക്കാം, എന്തൊക്കെ മോശമായ വകുപ്പുകൾ എഴുതി ചേർക്കാം, അവർക്കെതിരെ ജനവികാരം എങ്ങനെ ഇളക്കിവിടാം എന്നുള്ളതിന് ഏണി ചാരി കൊടുത്തത് ആരാണെന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കിക്കോളൂ. ഇത് മുസ്ലിങ്ങൾ തന്നെയല്ലേ? അതാണ് പ്രശ്നം. എന്തിനിതിനെ സപ്പോർട്ട് ചെയ്യാൻ പോയി ഒന്ന് ആലോചിച്ച് നോക്കിക്കോളൂ. ഇത് നല്ല രീതിയിൽ ആദ്യമേ പറഞ്ഞാൽ മതി, ഇത് ഞങ്ങൾ ഇതിനെ അനുകൂലിക്കുന്നില്ല, കാരണം ഇത് ഖുറാനിക്കല്ല. പിന്നെ ഇങ്ങനെ ഫോളോ ഓരോരുത്തർ ചെയ്തുകൊണ്ടിരുന്നു. അത് ഒരു റിലീജിയസ് പ്രാക്ടീസാണ്, ഞങ്ങളതിനെ ഇഷ്ടപ്പെടുന്നില്ല എന്ന് മുസ്ലിം ജനത എന്തുകൊണ്ട് പറഞ്ഞില്ല? അവിടെ പറഞ്ഞിരുന്നെങ്കിൽ ഈ അപകടം മുസ്ലിം ജനത വിളിച്ചു വരുത്തില്ലായിരുന്നു. അതായത് മുസ്ലിമിനെതിരെ ഉള്ള ഒരു ജനവികാരം ഇളക്കിവിടാൻ പര്യാപ്തമായി ഇത്. കാരണം ഇത് ജനദ്രോഹപരമാണ്, സുപ്രീം കോടതി പറഞ്ഞു. സുപ്രീം കോടതി പറഞ്ഞാണ് ശരിയാണ്. സുപ്രീം കോടതി പറഞ്ഞതോടുകൂടി ഇതിനെന്താ പ്രസക്തി? ഈ ആക്ടിന് ഒന്ന് ആലോചിച്ച് നോക്കിയുള്ളൂ, വല്ല പ്രയോജനമുണ്ടോ? ഇതിനകത്ത് പറഞ്ഞേക്കുന്ന ഇത്രയേ ഉള്ളൂ. അതായത് മുത്തലാഖ് മൂലം വിവാഹബന്ധം വേർപെടുത്തിയാൽ അത് കുറ്റകരമാണ്, ശിക്ഷാർഹമാണെന്ന് പറഞ്ഞു. എങ്ങനെ ഇത് മുത്തലാഖ് മൂലം വിവാഹബന്ധം വേർപെടുത്താൻ പറ്റുന്നില്ല എന്ന് സുപ്രീം കോടതി പ്രഖ്യാപിച്ചതാണ്. അപ്പോൾ അതിന് വിലയില്ലാത്ത ഒരു സാധനമാണ് എന്ന്, ആ വിലയില്ലാത്ത സാധനം ഒരുത്തം പറഞ്ഞ് അവനെ പിടിച്ച് ജയിലിൽ ഇടുന്നതാണ്. ഇങ്ങനെയാണെങ്കിൽ എന്തിനൊക്കെ ഏതൊക്കെ മതത്തിൽപ്പെട്ട ആളുകളെ നമ്മുടെ രാജ്യത്ത് ജയിലിൽ ഇടണം? അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഏതൊക്കെ റോഡിൽ സ്ത്രീകളെ തടയുന്നവനെ എന്ന് ജയിലിൽ ഇടണ്ടേ?
വേണ്ടേ? ആലോചിച്ച് നോക്കിയുള്ളൂ. കാരണം സുപ്രീം കോടതി പറഞ്ഞതാണ്, ഇക്വാളിറ്റിയുടെ പ്രശ്നത്തിൽ സുപ്രീം കോടതി പറഞ്ഞ കാര്യമാണ്. അപ്പം അതിന് അങ്ങനെയാണെങ്കിൽ അതിന് ആളിനെ ജയിലിടണ്ടേ? അപ്പോൾ ഈ ഒരു കാഴ്ചപ്പാട് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് മുസ്ലിം ജനതയെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നുണ്ട്. ഇനി അടുത്തത് വരാനിരിക്കുകയാണ് ഉടനെ. അതാണ് ഈ പോളിയാൻഡ്രി, അതായത് ബഹുഭാര്യാത്വം. അത് ഞാൻ അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല, കാരണം നിങ്ങൾക്കൊക്കെ അതിനെക്കുറിച്ച് ഒരുപാട് കാഴ്ചപ്പാടുകളൊക്കെ ഉള്ള ആളുകളാണ്. അതിനെക്കുറിച്ച് ഞാനൊന്നും പറയുന്നില്ല. സബ്ജക്റ്റിലേക്ക് വരാം. ദ റോൾ ഓഫ് ഹോളി ഖുറാൻ ഇൻ ദ ലീഗൽ സിസ്റ്റം, അതായത് നിയമവ്യവസ്ഥയിൽ നമ്മുടെ പരിശുദ്ധ ഖുറാന്റെ പങ്ക് എന്താണ് എന്നുള്ളതിനെ കുറിച്ച് ഒരു ചെറിയ ചിന്ത, അത്രയേ ഉള്ളൂ. കാരണം കൂടുതൽ സംസാരിക്കാനും സമയമില്ല. നിയമവ്യവസ്ഥയിൽ ഇസ്ലാമിന്റെ പങ്ക് എന്താണെന്ന് ആദ്യം ആലോചിച്ച് നോക്കിക്കോളൂ. ഇസ്ലാമിന്റെ പങ്ക് എന്താണോ അത് ഹോളി ഖുറാന്റെ പങ്ക് തന്നെയാണ് നിയമവ്യവസ്ഥയിൽ. അത് നമുക്ക് ആദ്യമുള്ള ഒരു കാര്യം തന്നെ നമ്മളൊന്ന് ചിന്തിക്കാം. ഉമർ റളിയല്ലാഹു അൻഹു, അദ്ദേഹം, അതായത് മഹാനായ ഉമർ എന്ന് എല്ലാവരും വിശേഷിപ്പിക്കും, അതുകൊണ്ട് നമുക്ക് അങ്ങനെ ഒന്ന് പറയാം. അദ്ദേഹം ഖലീഫ ആയിരുന്നപ്പോൾ യഥാർത്ഥത്തിൽ ഏറ്റവും വലിയ ജഡ്ജിയായിരുന്നു. ലോകം കണ്ട ആദ്യത്തെ ജഡ്ജി ആരാണെന്ന് ഞാൻ ചോദിച്ചാൽ ഞാൻ പറയും അദ്ദേഹം തന്നെ ആയിരുന്നു. കാരണം യഥാർത്ഥ ജഡ്ജി, നീതി നടത്തിയ ജഡ്ജി അദ്ദേഹമായിരുന്നു, സംശയമൊന്നുമില്ല. ഖലീഫ ഉമറിന്റെ മുൻപിൽ ഒരു മദ്യപിച്ച് മതോന്മത്തനായി റോഡിൽ നിന്ന് ആളുകളെ ചീത്ത വിളിച്ച് ഒരുത്തൻ ബഹളം ഉണ്ടാക്കുകയാണ്. അപ്പം അന്നും ഉണ്ടത് ഈ പണി, ഇപ്പം മാത്രമല്ല. അത് അങ്ങനെയുള്ള ഒരുത്തനെ പിടിച്ചോണ്ട് വന്നു. അത് അന്നും ഒഫൻസാണ്. ഇന്ന് നമ്മുടെ കേരള പോലീസ് ആക്ടിൽ മുമ്പ്, ഇപ്പോൾ വേറെ വകുപ്പാണ്, മുമ്പ് അത് 51 ക്യാപിറ്റൽ എ വരും, 51 സ്മോൾ എയിൽ വരും. ഇതൊക്കെയുണ്ട്. ബ്ലഡിൽ ആൽക്കഹോൾ ഉണ്ട് ബഹളം റോഡിൽ നിന്ന് ഉണ്ടാക്കിയാൽ 51 സ്മോൾ എ വരും. ഇനി ബ്ലഡിൽ ആൽക്കഹോൾ കലർന്നിട്ടില്ല എങ്കിലും മദ്യപിച്ച് മതോന്മത്തനായി സ്വയം നിയന്ത്രിക്കാൻ ശേഷിയില്ലാതെ അസഭ്യങ്ങൾ വിളിച്ചു പറയുക എന്നൊക്കെ പോലീസുകാർ എഴുതി വെക്കും. ഇത് 51 ക്യാപിറ്റൽ എന്ന് പറയുന്ന ഒരു ഒഫൻസ് വരും പോലീസ് ആക്ടിലെ. അപ്പോൾ അതേപോലെ അന്നും ഈ ഒഫൻസ് ഉണ്ട് ലോകത്ത്. അതാണ് നമ്മുടെ നോക്കണ്ടേ. ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാടാണത്. അത് ഇവിടെ ഈ രാജ്യത്ത് നിലവിലിരുന്ന നിയമ സംഹിത തന്നെയാണ്. അത് അങ്ങനെ ഉള്ള ഒരുത്തനെ പിടിച്ചോണ്ട് വന്നപ്പോൾ അന്ന് അപ്പോൾ ഉമർ ചോദിച്ചു, എന്താണ് അവൻ്റെ പേരിലുള്ള കുറ്റം? ഇവൻ ഇങ്ങനെ നിന്ന് ബഹളം ഉണ്ടാക്കി, റോഡിൽ ഇവൻ മദ്യപിച്ച് ബോധമില്ലാതെ നിൽക്കുകയാണ്, ഇവൻ ഒരുപാട് ബഹളം ഉണ്ടാക്കി, തെറി വിളിക്കുന്നു, അസഭ്യം വിളിക്കുന്നു. ഉടനെ ഉമർ റളിയല്ലാഹു അൻഹു ഇയാളെ ഒന്ന് നോക്കി, ഇത്രയേ ഉള്ളൂ. ഇവൻ ഒരുപാട് തെറി അദ്ദേഹത്തിന് വിളിച്ചു നിന്നുണ്ട്. കാരണം അവന് ബോധമില്ല, മദ്യപിച്ചേക്കാണ്. അപ്പം ഇതിലും കൂടുതൽ എവിഡൻസ് ആവശ്യമില്ലല്ലോ. അപ്പോൾ മഹാനായ ഉമർ ഇരുന്നൊന്ന് ആലോചിച്ചിട്ട് പറഞ്ഞു, അദ്ദേഹം പറഞ്ഞതാണ്, ആ ജഡ്ജി, അതാണ് ജഡ്ജി, അദ്ദേഹം പറഞ്ഞതാണ് അവനെ അങ്ങ് വെറുതെ വിട്ടേക്കാൻ പറഞ്ഞു. ഉടനെ ചോദിച്ചു, ഈ പോലീസുകാർ ചോദിച്ചു, ഉമർ ഞങ്ങൾ നിനക്ക് തെളിവ് കിട്ടിയില്ലേ? കാരണം ഇവനിപ്പോൾ ഇതിൽ കൂടുതൽ തെളിവ് എന്താ വേണം? നിന്നെ അവൻ തെറി വിളിച്ചില്ലേ? ഇവൻ ബോധമില്ല നിൽക്കല്ലേ? മദ്യപിച്ച് മതോന്മത്തനായി നിന്നിങ്ങനെ ശല്യം ഉണ്ടാക്കുന്ന ഒരുത്തനെ എങ്ങനെ ശിക്ഷിക്കാതിരിക്കും? അപ്പോൾ പറഞ്ഞു, അവൻ എന്നെ തെറി വിളിച്ചില്ലായിരുന്നെങ്കിൽ ഞാൻ അവനെ ശിക്ഷിക്കുമായിരുന്നു. കാരണം അവൻ എന്നെ തെറി വിളിച്ചു കഴിഞ്ഞപ്പോൾ, എന്നെ ചീത്ത വാക്കുകൾ എനിക്കെതിരെ പറഞ്ഞപ്പോൾ എനിക്ക് ന്യായമായിട്ടും അവൻ്റെ അടുത്ത് വൈരാഗ്യം ഉണ്ടായി, വിരോധമുണ്ട് എനിക്ക്. ആ വിരോധം മനസ്സിലുള്ള ഞാൻ അവൻ്റെ എതിരെ ജഡ്ജിയായിരിക്കാൻ യോഗ്യനല്ല. കാരണം അതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഉള്ള ഒരു കോസാണ്. നോ മാൻ ഷാൽ ബി എ ജഡ്ജ് ഇൻ ഹിസ് ഓൺ കോസ് എന്നുള്ള പ്രിൻസിപ്പിൾ ആദ്യമായിട്ട് കൊണ്ടുവന്ന അദ്ദേഹമാണ് ലോകത്ത്. അതാണ് ജുഡീഷ്യറിയുടെ നിയമവ്യവസ്ഥയിലെ ബേസിക് പ്രിൻസിപ്പിൾ, അടിസ്ഥാന തത്വം അതാണ്. ഈ അടിസ്ഥാന തത്വങ്ങൾ ഇപ്പോൾ ലംഘിക്കപ്പെടുന്നത് നിങ്ങൾ കാണുന്നില്ലേ? അതേതാണെന്ന് ഞാൻ പറയുന്നില്ല, കാരണം അത് വളരെ വിവാദപരമായ വിഷയങ്ങളായതുകൊണ്ടാണ് ഞാനത് പറഞ്ഞത്. ലോയ കേസ് നിങ്ങൾ കേട്ട് കാണും. അതേപോലെ തന്നെ വേറെ 1-2 കേസുകൾ, മെഡിക്കൽ സ്കാം, അതിൻ്റെ കേസുകളൊക്കെ കേട്ട് കാണും. അതിൽ ഇന്ത്യൻ ചീഫ് ജസ്റ്റിസിനെ, അന്നത്തെ ചീഫ് ജസ്റ്റിസിൻ്റെ പേരിൽ വിരൽ ചൂണ്ടപ്പെട്ടുവെങ്കിലും അദ്ദേഹം ആ ബെഞ്ചിലിരുന്ന് ആ കേസ് വിധിച്ചിട്ട് പോയി. ഒന്ന് ആലോചിച്ച് നോക്കിക്കോളൂ. അഗ്നിശുദ്ധി വരുത്തി അദ്ദേഹം വെളിയിലേക്ക് പോവുകയാണ് സ്വന്തമായിട്ട്. ഇത് നോ മാൻ ഷാൽ ബി എ ജഡ്ജ് ഇൻ ഹിസ് ഓൺ കോസ് എന്നുള്ള പ്രിൻസിപ്പിൾ കൊണ്ടുവന്ന ഉമർ റളിയല്ലാഹു അൻഹു ഇതിൻ്റെ കാഴ്ചപ്പാടും ഇന്നത്തെ പരിഷ്കൃത സമൂഹത്തിൻ്റെ കാഴ്ചപ്പാടും എന്ത് വ്യത്യാസമുണ്ടെന്ന് നമ്മൾ ആലോചിച്ച് നോക്കിയുള്ളൂ. അതാണ് യഥാർത്ഥത്തിൽ ഇസ്ലാമിന് നിയമവ്യവസ്ഥയിലുള്ള ഒരു പങ്കെന്ന് ഞാൻ പറയും. ഒരുപാടുണ്ട് ഇതുപോലെ, ഒരുപാട് കാര്യങ്ങൾ ഇതേപോലെ നിയമത്തിൽ ഒരുപാട് കാര്യങ്ങൾ ഒത്തിരി വരും. നമ്മുടെ ഭരണഘടനയിൽ, ഇന്ത്യൻ ഭരണഘടനയിൽ ബ്രദർഹുഡ്, അതായത് കോമൺ ബ്രദർഹുഡ് എഴുതി ചേർത്ത് എവിടുന്നാണ്? വേറെ എങ്ങൊന്നുമല്ല. അത് ഇസ്ലാമിൻ്റെ സാഹോദര്യം എന്നുള്ള കാഴ്ചപ്പാടാണ് അതിൽ ഭരണഘടനയിൽ. ആ സാഹോദര്യം, കാരണം പൊതുവായ സാഹോദര്യം വേണം എന്ന് ഇസ്ലാം ഉദ്ഘോഷിക്കുന്നു.
അത് ഇന്നലെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ അത് നമ്മുടെ സൂറത്തുൽ കാഫിറൂൻ എന്ന് കറക്റ്റായിട്ടൊന്ന് വായിച്ച് അർത്ഥമൊന്ന് മനസ്സിലാക്കി ശരിക്കൊന്ന് പറഞ്ഞു കൊടുത്താൽ മതി. എന്താണ് മതനിരപേക്ഷത, സെക്യുലറിസം, എന്താണ് മതവൈവിധ്യം എന്ന് വിളിച്ചോതുന്ന സൂറത്താണത്. അത്രയേ ഉള്ളൂ. പക്ഷേ ഇത് എത്ര പേര് ഇത് നല്ല രീതിയിൽ ഇത് അവതരിപ്പിക്കുന്നു? വളരെ വികലമായിട്ട് ഇതിനെ അവതരിപ്പിക്കുന്നതാണ് പ്രശ്നം. ഇന്ന് മുസ്ലിം ജനത അനുഭവിക്കുന്ന ഒരുപാട് ബദ്ധപ്പാടുകൾക്ക് എന്താണ് കാരണം? വിഭാഗീയത തന്നെയാണ്. ചെറിയ ചെറിയ ട്രിവിയലായിട്ടുള്ള കാര്യങ്ങൾക്കാണ് ഇവിടെ തർക്കം. ഒരുപാട് തർക്കങ്ങളാണ്. എന്തൊക്കെയാ തർക്കം? ഒന്ന് ആലോചിച്ച് നോക്കിയുള്ളൂ. ഏറ്റവും വലിയ പ്രശ്നങ്ങളായിട്ട് ഉയർത്തിപ്പിടിക്കുന്നത് എന്താണ്? ഈ വിഭാഗങ്ങൾ. അപ്പോൾ ഒരിക്കൽ എൻ്റെ അടുത്ത് ഒരാൾ ചോദിച്ചു, സാറ് മുജാഹിദാണോ? അതുകൊണ്ട് ഒന്നും പറഞ്ഞില്ല. ജമാഅത്ത് ഇസ്ലാമിയാണോ? അതിന് ഞാൻ മറുപടി പറയാൻ പോയില്ല. അതോ സുന്നിയാണോ, EK ആണോ, AP ആണോ? സുന്നി എന്ന് പറഞ്ഞാൽ അതിന് 2 ഉണ്ട്. അടിച്ച് മണ്ടകീറുകയാണ് അവിടെ കിടന്ന്. ഒരുപാട് കേസ് എൻ്റെ മുമ്പിൽ വന്നിട്ടുണ്ട്. ഒത്തിരി എണ്ണത്തിനെ അകത്തു വിട്ടിട്ടുണ്ട്. ശരിയാണ്. അപ്പം ഇതാണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഞാനിതൊന്നുമല്ല, ഞാനൊരു മുസ്ലിമാണ്. ഏത് വിഭാഗമാണെന്ന് ചോദിച്ചാൽ എനിക്കറിഞ്ഞൂടാ. എനിക്ക് എൻ്റേതായ വിഭാഗമാണ് ഞാൻ. കാരണം മുസ്ലിം എന്താണെന്ന് ഞാൻ പഠിച്ച് മനസ്സിലാക്കിയ ഒരു മുസ്ലിമാണ് ഞാനതേ ഞാൻ പറഞ്ഞുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ, അതുപോലെ ഞാൻ ചോദിക്കും, ഈ വിഭാഗീയത നമ്മളൊന്ന് ഒരുപാട് കാര്യങ്ങൾ ചിന്തിച്ച് ചോദിക്കുള്ളൂ. എന്താണ് ഈ വിഭാഗീയതയുടെ ഇതിൻ്റെ അടിസ്ഥാനം? നമ്മളൊന്ന് ചിന്തിക്കണം. ചെറിയ ചെറിയ കാര്യങ്ങളാണ്. ഇപ്പോൾ ഉദാഹരണമായിട്ട് മിമ്പറെ കയറി നിന്നുകൊണ്ട് ഇനി ജുമായ്ക്ക് ജുമായ്ക്ക് മുമ്പ് ഖുത്തുബ അത് മലയാളത്തിലാകാമോ അതോ അറബിയിൽ തന്നെ വേണോ? ഇതെന്താ ഇതിൽ പ്രശ്നം? മനുഷ്യന് മനസ്സിലാവുന്ന ഭാഷയിൽ ഇത് പറഞ്ഞാൽ എന്താ കുഴപ്പം? ഒന്ന് പറഞ്ഞോളൂ. അറബി അറിയാൻ വയ്യാത്ത ഒരുത്തൻ അവനടുത്ത് അറബി സംസാരിച്ചാൽ എന്താ പറയാനുണ്ടായി? ഇത് തിരിച്ചറിഞ്ഞത് നമ്മളെ കഴിയും വലിയ ആളുകൾ പണ്ടുണ്ടായിട്ടുണ്ട്. അതായത് ഗ്ലാഡിസൺ പ്രഭു നിങ്ങൾ കേട്ട് കാണും. 1948 അതായത് 2ാം ലോകമഹായുദ്ധം കഴിഞ്ഞതിന് ശേഷം ബ്രിട്ടനിലെ പ്രതിരോധ മന്ത്രി, അന്നത്തെ പ്രതിരോധ മന്ത്രിയായിരുന്നു ഗ്ലാഡിസൺ. ലോർഡ് ഗ്ലാഡിസൺ ഒരു പ്രസംഗം നടത്തി. അവിടുത്തെ കോമൺ സഭയിൽ, ജനസഭയിൽ, ബ്രിട്ടീഷ് കോമൺ സഭയിൽ അദ്ദേഹം പ്രസംഗിച്ച് എന്താണെന്നറിയാവോ? നമ്മൾ ലോകം കീഴടക്കി. ലോകം കീഴടക്കി എന്ന് പറഞ്ഞാൽ നമ്മൾ ലോകത്തെ പലരെയും നമ്മൾ നശിപ്പിച്ചു. വൻശക്തികളെ, ജപ്പാനെ നമ്മൾ തകർത്തു, ജർമ്മനിയെ ശിഥിലമാക്കി, ഹിറ്റ്ലറെ നശിപ്പിച്ചു, തീർത്തു. ഇതേപോലെ ഒരുപാട് നമ്മൾ അറബ് ലോകത്തെ നമ്മൾ വിഭജിച്ചു. പപ്പടവട്ടത്തിനുള്ള ചെറിയ ചെറിയ രാജ്യങ്ങളാക്കി മാറ്റി അവരെ ശക്തി ക്ഷയിപ്പിച്ചു. ഇത് നമ്മൾ ചെയ്തു. കാരണം അവർക്ക് പണ്ടുമുള്ള ഒരു കാഴ്ചപ്പാടെന്ന് പറഞ്ഞാൽ വിഭജിച്ച് ഭരിക്കുക എന്നുള്ളതാണ്. ഇപ്പം ഇന്ത്യയും പാകിസ്ഥാനും ഉണ്ടായത് എങ്ങനെ നമ്മളൊന്ന് മനസ്സിലാക്കിയാൽ മതി. ഇന്ത്യയും പാകിസ്ഥാനും ഉണ്ടായതിൻ്റെ പുറകിൽ പിന്നിലുള്ള ചാരപ്രവർത്തനം എന്ന് പറയുന്നത് ബ്രിട്ടൻ്റെ തന്നെയാണ്. വേറെ വ്യത്യാസമൊന്നുമില്ല കാര്യത്തിൽ. അങ്ങനെ ഉണ്ടായിപ്പോയി. അതാണ് നമ്മളെന്നും കിടന്നടിക്കുന്നതിൻ്റെ ഏറ്റവും വലിയ കുഴപ്പവും കാരണവും. അപ്പോൾ നമ്മളിങ്ങനായി അവരെ ഒരു പരുവമാക്കി. പക്ഷേ നമുക്ക് രക്ഷയില്ലാത്ത ഒരു കാര്യമുണ്ട്, നമുക്ക് ഇനിയും ജയിക്കാൻ ഒക്കാത്ത കാര്യം എന്ന് പറഞ്ഞിട്ടൊരു പുസ്തകം ഉയർത്തി കാണിച്ചു. പരിശുദ്ധ ഖുർആനാണ് ഇത്. ഇതിൻ്റെ അന്തസത്ത എന്താണെന്ന് ഈ യുവജനങ്ങൾ മനസ്സിലാക്കിയാൽ, ചെറുപ്പക്കാരിത് പഠിച്ചു കഴിഞ്ഞാൽ അവരെ ഒരിക്കലും നമുക്ക് തിരിക്കാൻ പറ്റത്തില്ല, തിരിച്ചുവിടാൻ പറ്റത്തില്ല എന്ന് ഗ്ലാഡിസൺ പ്രഭു അന്ന് പറഞ്ഞതാണ് ഇത്. പക്ഷേ ഇത് എത്ര മുസ്ലിങ്ങൾക്കറിയാം? ഇത് നമ്മൾ ഖുർആൻ, അതായത് മുസ്ലിങ്ങൾ ഖുർആൻ ഉപയോഗിക്കുന്നത് എന്തിനാണ്? പരിശുദ്ധ ഖുർആൻ ഓതാനാണ്. അത് ഓതും. അത് മനസ്സിലാക്കി, അതിൻ്റെ തത്വങ്ങൾ മനസ്സിലാക്കി പഠിക്കുന്ന എത്ര പേരുണ്ട്? അത് നിങ്ങളുടെ ഈ ഇസ്ലാഹി സെൻ്ററൊക്കെ തന്നെ, ഈ പറഞ്ഞ ഈ സെൻ്ററൊക്കെ, ഇതേപോലുള്ള സ്ഥാപനങ്ങൾ അതിൻ്റെ അർത്ഥം, പരിശുദ്ധ ഖുർആൻ്റെ അർത്ഥം ഒരു വൈകല്യവുമില്ലാതെ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ള ഒരു 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 ഉത്തരവാദിത്വം നിങ്ങൾ ഏറ്റെടുത്തിരിക്കുകയാണ്. അത് വളരെ വലിയ കാര്യമാണ്. കാരണം എല്ലാ മതഗ്രന്ഥങ്ങളും പറയുന്നതും എല്ലാ മതങ്ങളും പറയുന്നതും സ്നേഹിക്കാനാണ്. വെറുക്കാൻ ഒരൊറ്റ മതവും പഠിപ്പിക്കുന്നില്ല, ഒന്നും പഠിപ്പിക്കുന്നില്ല. ഇസ്ലാമിൻ്റെയും അടിസ്ഥാന തത്വം എന്ന് പറയുന്നത് സാഹോദര്യമാണ്. സാഹോദര്യം വേണമെങ്കിൽ എല്ലാം നമ്മുടെ സഹോദരന്മാരാണ്. എല്ലാ മതങ്ങളിലും പെട്ടവർ നമ്മുടെ സഹോദരങ്ങളാണ്. ആ കാഴ്ചപ്പാടാണ് ഇസ്ലാമിനുള്ളത്. റസൂൽ മദീനയിൽ ചെന്നപ്പോൾ ആദ്യത്തെ കോൺട്രാക്ട് എന്താണ്? നിങ്ങൾക്ക് ഞാൻ പറയാതെ നിങ്ങൾക്കൊക്കെ ചരിത്രം അറിയാവുന്ന ആളുകൾ തന്നെയല്ലേ, ഞാനതൊന്നും പറയേണ്ട കാര്യമില്ല. കോൺട്രാക്ട് ഓരോ മതങ്ങൾക്കും അവരവരുടെ മതങ്ങളിൽ വിശ്വസിക്കാനുള്ള അവകാശമാണ് അവിടെ. അത് എന്തിനാ പറയുന്നത്? റസൂലിൻ്റെ കൊച്ചാപ്പ നമുക്കറിയാമല്ലോ, അദ്ദേഹം മുസ്ലിം ആയിട്ടില്ല, മുസ്ലിം അല്ലായിരുന്നു, മരിക്കുന്നവരെ മുസ്ലിം ആയിരുന്നില്ല, പക്ഷേ അവരൊരുമിച്ച് താമസിച്ചു. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതാണ് നമ്മൾ പിൻപറ്റേണ്ട ഒരു കാര്യം. മുസ്ലിങ്ങൾ പിൻപറ്റി നടക്കേണ്ട ഒരു കാര്യം അതാണ്.
മുസ്ലിം അല്ലാത്ത ഒരാളോടൊപ്പം അദ്ദേഹം പരിശുദ്ധ പ്രവാചകൻ മരണം വരെ കഴിഞ്ഞതാണ്, താമസിച്ചു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ കാഴ്ചപ്പാട് എന്താണ്? എല്ലാ മതങ്ങളെയും ബഹുമാനിക്കുക, സ്നേഹിക്കുക എന്നുള്ള കാഴ്ചപ്പാടാണുള്ളത്. അല്ലാതെ സങ്കുചിതമായ ഒരു കാഴ്ചപ്പാടല്ല ഉള്ളത്. അതല്ല മുസ്ലിം, അതല്ല സങ്കുചിതമായ ഒരു മനസ്സുള്ളവനല്ല മുസ്ലിം. എല്ലാം ഉൾക്കൊള്ളാനുള്ള, എല്ലാവരെയും സ്നേഹിക്കാനുള്ള, സമാധാനം സ്ഥാപിക്കാനുള്ള ഒരു ബാധ്യതയുള്ള ഒരു മനസ്സുള്ള ഒരുത്തനാണ് മുസ്ലിം. ഇല്ലെങ്കിൽ മുസ്ലിം ആവത്തില്ല. ആ ഒരു കാഴ്ചപ്പാട് നമുക്ക് വേണം, അത് മുമ്പോട്ട് കൊണ്ടുപോകാൻ വേണം. ഇവിടെ പരിശുദ്ധ ഖുറാനിൽ പറയുന്ന ആ ലീഗൽ സിസ്റ്റത്തിലേക്ക് അത് ആ ഖുറാൻ്റെ ആ സംഭാവനകളെന്ന് പറയുന്നത് ഒരുപാട് കൂടുതലാണ്. കാരണം ഇവിടെ ഏറ്റവും വലിയ പ്രോപ്പർട്ടി റൈറ്റ്സ്, അതായത് നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയുള്ളൂ, നിയമത്തിൽ ഈ വസ്തുവിൽ ഒക്കെ ഉള്ള അവകാശം, പ്രോപ്പർട്ടിയുടെ മുകളിലുള്ള അവകാശങ്ങളെ സംബന്ധിച്ചിടത്തോളം സക്സഷൻ നിയമം എന്ന് പറയുന്നത് അതിന് കുഴപ്പങ്ങളില്ല എന്ന് ഞാൻ പറയുന്നില്ല. ഒന്ന് രണ്ട് ചെറിയ കുഴപ്പങ്ങളൊന്ന് പരിഹരിച്ചാൽ ഇത് ലോകത്തെ ഏറ്റവും, അതായത് ഇന്ന് നിലവിലുള്ള ഏറ്റവും നല്ല സക്സഷൻ ആക്ട് എന്ന് പറയുന്നത് ഹനഫി ലോ ഓഫ് സക്സഷനാണ്. ഷിയാല അല്ല, ഹനഫി ലോ ഓഫ് സക്സഷനാണ് ഏറ്റവും നല്ല പിന്തുടർച്ചാവകാശ നിയമം. അതിന് കാരണമുണ്ട്. ഓരോന്നും നമ്മളതിൽ നോക്കിയാൽ മതി. അതിനകത്ത് 2 വൈകല്യങ്ങൾ മാത്രമേ ഉള്ളൂ. അത് ഒരെണ്ണം കറക്റ്റ് ചെയ്യാനുള്ള മാർഗമുണ്ട്, ഒരെണ്ണം കറക്റ്റ് ചെയ്യാൻ മാർഗമില്ല. കാരണം അത് നമുക്ക് നിയമം മാറ്റി എഴുതുക മാത്രമേ അതിന് കരണീയമായിട്ടുള്ളൂ. അതായത് ഇപ്പോൾ സൺ ഓഫ് എ പ്രിഡിസീസ്ഡ് സൺ, അതായത് ഒരു മരിച്ചുപോയ മകൻ്റെ കുഞ്ഞുങ്ങൾ, മോനോ മോളോ, അവർക്ക് ഈ സ്വത്തിലൊന്നും അവകാശം കിട്ടുന്നില്ല. അതാണ് പ്രശ്നം. അതൊരു വലിയ പ്രശ്നമാണ്. അത് മാത്രമാണ് അതിലെ ഒരു പോരായ്മ ഞാൻ കണ്ടിട്ടുള്ളത്. ജഡ്ജി എന്നുള്ള നിലയ്ക്കുള്ള കാഴ്ചപ്പാടാണ്, കണ്ണിലൂടെ കാണുന്നതാണ്. പിന്നെ ഒരെണ്ണം അടുത്തതുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പെമ്മക്കൾ മാത്രമുള്ള ഒരാൾ, ഒരു ഭാര്യയും ഭർത്താവും, പെമ്മക്കളെ ഉള്ളൂ, ആൺകുട്ടികളില്ല. അവരുടെ സ്വത്തുക്കളിൽ അവരുടെ സഹോദരങ്ങൾക്ക് അവകാശം വരും, ഒരവകാശം, ഗണ്യമായ ഒരു അവകാശം വരും, ഷെയർ എന്നുള്ളതിലേക്ക് അവകാശം വരും. അതാണ് പ്രശ്നം. അതുകൊണ്ട് അത് ഇന്നത്തെ കാലത്ത് അതൊരുപാട് ബുദ്ധിമുട്ടുകൾ വിളിച്ചു വരുത്താൻ പറ്റുന്ന കാര്യങ്ങളാണ്. പക്ഷെ നേരെ മറിച്ച് അതിൻ്റെ ഗുണങ്ങൾ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിക്കോളൂ. വളരെയധികം ഗുണങ്ങളാണ്. അവിടെ പിതാവെന്ന് പറയുന്ന ഒരു ഷെയറാണ്, 6 അവകാശം അങ്ങോട്ട് പോകും. ആ ഷെയർ കഴിഞ്ഞിട്ടേ ഉള്ളൂ വേറെ ആർക്കും. മാതാവിന് അതേപോലെ ഷെയറുണ്ട്, ഷെയറാണ് കേട്ടോ. ഭാര്യ ഷെയറാണ്. ഈ രീതിയിൽ അങ്ങോട്ട് പോകും. പോയി കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ റെസിഡ്യൂ ഉണ്ടല്ലോ, അവസാനം അവശേഷിക്കുന്നത്, അത് മാത്രമേ മക്കൾക്ക് പോകത്തുള്ളൂ. ഈ ഒരു കാഴ്ചപ്പാടെന്ന് ആലോചിച്ച് നോക്കിയുള്ളൂ. അന്ന് ഇസ്ലാം വിഭാവനം ചെയ്യുന്ന ഏറ്റവും വലിയ ഖുറാനിക് ലോയാണ് അത്, സംശയമൊന്നുമില്ല. അത് നോക്കുമ്പോൾ എന്താണ് ഇതിൻ്റെ പ്രത്യേകതയെന്ന് നോക്കിയാൽ, മറ്റേത് നിയമത്തിലും ഈ അച്ഛനെന്ന് പറയുന്ന സാധനത്തിന് ആർക്കും വേണ്ട, പിതാവിനെ ഒന്നും വേണ്ട ആർക്കും. ഇപ്പം ഹിന്ദു പിന്തുടർച്ചാവകാശ നിയമം, ഹിന്ദു സക്സഷൻ ആക്ടിനകത്ത് സൺ, ഡോട്ടർ, വിഡോ, മദർ, അവർ മാത്രമാണ് അവകാശികൾ. അച്ഛനെ പറഞ്ഞിട്ടില്ല, അമ്മയ്ക്കുണ്ട് അവകാശം. ഇന്ത്യൻ സക്സഷൻ ആക്ടും ക്രിസ്ത്യൻ സക്സഷൻ ആക്ടും, അതിപ്പോൾ ക്രിസ്ത്യൻ സക്സഷൻ ആക്ട് എന്ന് പറയുന്നത് പോയി ഇന്ത്യൻ സക്സഷൻ ആക്റ്റാണ് ഫോളോ ചെയ്യുന്നത്. അതിൽ ഈ അച്ഛനെ വേണ്ട, അച്ഛനൊന്നുമില്ല, അച്ഛനൊന്നും കിട്ടത്തില്ല. അപ്പൻ ചുമ്മാ ഇരിക്കാനേ വെക്കൂ, അപ്പം പോയി വേറെ വല്ല പണി നോക്കണം, അപ്പനെ ആർക്കും വേണ്ട. ഈ ഒരു കാഴ്ചപ്പാടുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്. അത് വെച്ച് നോക്കുമ്പോൾ ഈ നിയമം ഒരുപാട്, അതായത് പരിശുദ്ധ ഖുറാൻ ഒരുപാട് സംഭാവനകൾ പിന്തുടർച്ചാവകാശ നിയമത്തിലേക്ക് തന്നു എന്നുള്ളത് ശരിയുമാണ്. പിന്നെ അടുത്ത് നോക്കിയാൽ എക്സ്ട്രാ ജുഡീഷ്യൽ ഡൈവോഴ്സ് നമ്മളിപ്പോൾ പറയാം. അതിനകത്ത് ഇപ്പം ഈ പറഞ്ഞ പോലെ മുത്തലാഖല്ല അത് കേട്ടോ. മുത്തലാഖ് എന്ന് പറയുന്നത് നിയമവിരുദ്ധം തന്നെയാണ്. അത് നിയമവിരുദ്ധമാണ്, അതിന് സംശയമൊന്നുമില്ല. ഖുറാനിക്കല്ല. മുത്തലാഖല്ലാത്ത തലാഖ് ഹസാൻ, തലാഖ് അഹസാൻ, ഇത് രണ്ടും ഒന്ന് ആലോചിച്ച് നോക്കണം നമുക്ക്. അത് എക്സ്ട്രാ ജുഡീഷ്യൽ ഡൈവോഴ്സ് എന്ന് പറയുമ്പോൾ അപ്പോൾ അതൊരു വലിയ മഹത്തായ ഒരു കാഴ്ചപ്പാടാണ്. ഒരു ഇറിട്രീവബിളായിട്ട് ഒരു ബ്രേക്ക് ഡൗൺ നടക്കുന്നു മാരേജിൽ, വിവാഹബന്ധം മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നില്ല, ഒരു കാരണവശാലും പറ്റുന്നില്ല. അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യാനൊക്കും? കോടതികളിൽ പോയി വർഷങ്ങൾ കാത്തു കിടക്കുക. ഫാമിലി കോടതിയിൽ ഒരു കേസും കൊടുത്തിട്ടിരുന്നുണ്ടല്ലോ, ഒരു ചെറുപ്പക്കാരനായ ഒരുതൻ പല്ലും പൊഴിഞ്ഞ് വയസ്സായി കഴിഞ്ഞാലും അവന് ഈ ഡൈവോഴ്സ് കിട്ടി ഇനി വരാൻ ഒക്കത്തില്ല, 10-25 വർഷം എടുക്കും. പെണ്ണുങ്ങളാണെങ്കിൽ ഒരു രക്ഷയില്ല, അവർക്കും വേറെ കല്യാണം പിന്നെ കഴിക്കാൻ ഒക്കത്തില്ല. ആ രീതിയിലേക്ക് പോവും. കാരണം അത്രത്തോളം കാലതാമസമുണ്ട്. കേസിൻ്റെ എണ്ണം അങ്ങനെ കൂടുതലാണ്.
ഇതെല്ലാം ഈ ബുദ്ധിമുട്ടെല്ലാം ഒഴിവാക്കാനാണ് ഡൈവോഴ്സ്, എക്സ്ട്രാ ജുഡീഷ്യൽ ഡൈവോഴ്സ് പറഞ്ഞേക്കുന്നത്. അതായത് കോടതി വഴിയല്ലാതെ എക്സ്ട്രാ ജുഡീഷ്യൽ ആയിട്ടുള്ള ഡൈവോഴ്സ്. അതൊരു മഹത്തായ ആശയം തന്നെയാണ്, അതിന് ചീത്ത പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. പിന്നെ അത് തോന്നിവാസം പോലെ ചെയ്യാനും പാടില്ല, അതിന് ഒരുപാട് ഗൈഡ് ലൈൻസ് ഉണ്ട്. അത് പരിശുദ്ധ ഖുർആൻ തന്നെ പറയുന്നല്ലോ, വേണ്ട അറ്റംസ് ഒക്കെ നടത്തണം, അവിടെ ഒരുപാട് ശ്രമങ്ങൾ നടത്തണം, ഈ ബന്ധം പുനഃസ്ഥാപിക്കാൻ ഒരുപാട് പ്രയത്നിക്കണം. ഈ പ്രയത്നങ്ങളെല്ലാം ഫലിക്കാതെ വരുമ്പോൾ, ഒന്നും ഫലിക്കാതെ വരുമ്പോൾ മാത്രമേ അവസാനത്തെ നിലയ്ക്കെന്നുള്ളത് പടച്ചവൻ വെറുക്കുന്ന, ഏറ്റവും വെറുക്കുന്ന ഇതിലേക്ക് പോകാൻ പറ്റുള്ളൂ, ഡൈവോഴ്സ്. അത് ആയിരിക്കണം, അങ്ങനെ ആയിരിക്കണം. ആ എക്സ്ട്രാ ജുഡീഷ്യൽ ഡൈവോഴ്സ് വരുമ്പോൾ അത് ആ ശരിയായ രീതിയിൽ അത് നടത്തണം. നടത്തിയാൽ മാത്രം പോരാ, അത് കഴിഞ്ഞ് അങ്ങോട്ട് കൊടുക്കാനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്, നിയമമുണ്ട് വേറെ, അതൊക്കെ അങ്ങ് കൊടുക്കണം. അപ്പോൾ അത് അത്ര എളുപ്പമുള്ള ഒരു കാര്യമൊന്നുമല്ല ഇപ്പോൾ വന്ന് ഒരുപാട്. അതായത് റൈറ്റ്സ് ഓഫ് വിമൻ, മുസ്ലിം വിമൻ റൈറ്റ്സ് ഓൺ ഡൈവോഴ്സ് ആക്ട് ഉണ്ട് അതിനകത്ത്. അതനുസരിച്ച് ഫെയർ പ്രൊവിഷൻ ആൻഡ് മെയിൻ്റനൻസ്, എമൗണ്ട് ഈക്വൽ ടു മഹർ, കൊടുത്തില്ലയോ എന്നുള്ളതല്ല പ്രശ്നം, എമൗണ്ട് ഈക്വൽ ടു മഹർ അങ്ങോട്ട് വീണ്ടും കൊടുക്കണം. പിന്നെ കൊച്ചിന് ചെലവിന് കൊടുക്കാനുള്ളത് കൊടുക്കണം. റീസണബിൾ ആൻഡ് ഫെയർ പ്രൊവിഷൻ ആൻഡ് മെയിൻ്റനൻസ്, ഇതാണ്, അത് കൊടുക്കണം. ഇതൊക്കെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഏതാണ്ട് മുമ്പ് ഒരു കോടതി ഒരു 5 വർഷത്തെ, അതായത് 60 മാസത്തെ തുക ഫെയർ പ്രൊവിഷനായിട്ട് പറഞ്ഞിരുന്നു. പക്ഷെ ഞാനത് നേരെ ഇരട്ടിയായിട്ട് വർദ്ധിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. അത് ഞാൻ 10 വർഷത്തേക്കാക്കി. കാരണം ഒരു പെണ്ണിനെ എടുത്ത് കളഞ്ഞ ഒരുപാട് കണ്ടതുകൊണ്ടാണ് ഞാൻ ചെയ്തേക്കുന്നത്, അല്ലാതെ വെറുതെ അല്ല. അത് ഇപ്പോൾ ആ നിയമം പ്രാബല്യത്തിലായിട്ടുണ്ട്, അത് ആ രീതിയിൽ പോവുകയാണ്. പിന്നെ അപ്പം അതിനകത്ത് അപ്പം നമ്മൾ ചോദിക്കും, ഇക്വാളിറ്റി എന്നുള്ള ഒരു പ്രിൻസിപ്പിൾ നമ്മളെപ്പോഴും പറയും. മുസ്ലിം എന്ന് പറയുന്നത് സ്ത്രീകൾക്ക് ഒരുപാട് മാന്യത കൊടുക്കുന്ന മതമാണ്. മാന്യത കൊടുക്കുന്നുണ്ട്, ഇല്ലയെന്നില്ല. പക്ഷേ നമ്മുടെ ഭരണഘടനയുടെ മുഖമുദ്ര എന്ന് പറയുന്നതിൽ മതനിരപേക്ഷതയോടൊപ്പം തന്നെ ഇക്വാളിറ്റി എന്ന് പറയുന്ന പ്രിൻസിപ്പിളുണ്ട്. അത് നമുക്ക് പറയണമെങ്കിൽ ഇക്വാളിറ്റി എന്ന് പറയുന്നത് നമ്മളും കീപ്പ് ചെയ്യണം. ഇക്വാലിറ്റി ബിഫോർ ലോ ആൻഡ് ഈക്വൽ പ്രൊട്ടക്ഷൻ ദ ലോസ് എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 14 അനുസരിച്ച് ആണിനും പെണ്ണിനും തുല്യ അവകാശമാണ് ഏത് കാര്യത്തിലും. അത് നമുക്ക് വേറെ, ആ ഒരു കാഴ്ചപ്പാട് നമുക്കും വേണ്ടതാണ്. അങ്ങനെ വരുമ്പോൾ പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം പരിശുദ്ധ ഖുർആൻ, നമ്മുടെ റസൂല് അനുവദിച്ചതാണ് ഫസക്ക് മുത്തലാഖ്, അല്ലേ? എല്ലാവർക്കും അറിയാം. ഈ ഫസക്ക് ചെയ്യാനുള്ള റൈറ്റ് നമ്മുടെ നിയമം മൂലം, നിയമം ഇന്നുവരെ അനുവദിച്ചിട്ടുണ്ടോ? ഏത് മുസ്ലിം സംഘടന ഇതിനു വേണ്ടി വഴക്കുണ്ടാക്കിയിട്ടുണ്ട്? ആരെങ്കിലും പുറത്തിറങ്ങിയിട്ടുണ്ടോ? ഞാൻ ഈ കോഴിക്കോട് പ്രസംഗിച്ചതോടുകൂടി അതൊരു വലിയ വിപത്തുണ്ടായെന്ന് ഞാൻ പിന്നീട് അറിഞ്ഞു കേട്ടോ. കാരണം അവിടുത്തെ പത്രങ്ങളിൽ ഇപ്പോൾ ഞാൻ പറഞ്ഞു, പെണ്ണുങ്ങൾക്ക് ഈ റൈറ്റുണ്ട്. പരിശുദ്ധ ഖുർആൻ ഫോളോ ചെയ്താലും റസൂലിനെ ഫോളോ ചെയ്താലും, നമ്മൾ പിന്തുടർന്ന് നടന്നാലും, അദ്ദേഹത്തിൻ്റെ ചര്യകൾ, പ്രവാചക ചര്യകൾ നമ്മൾ പിന്തുടർന്നാൽ ഫസക്ക് മുത്തലാഖിന് സ്ത്രീകൾക്ക് അവകാശമുണ്ട്. അദ്ദേഹത്തിന് മുമ്പ് നമുക്ക് ഓർമ്മയുണ്ടല്ലോ, പരിശുദ്ധ പ്രവാചകന്റെ മുമ്പിൽ ഒരു പെണ്ണി എന്ന് പറഞ്ഞാണ്, എനിക്ക് ഇയാളോട് താമസിക്കാൻ ഒക്കത്തില്ല. എന്താ അറിയുക? കാരണം എന്താ? അയാൾ വല്ലാത്ത ദുർഗന്ധമാണ്, എനിക്ക് സഹിക്കാൻ ഒക്കത്തില്ല. അപ്പം എന്തു ചെയ്യണം? അയാൾ എനിക്ക് തലാക്ക് തരുന്നതുമില്ല, എന്നെ വിവാഹബന്ധം ഓർമ്മെടുത്ത് തരുന്നില്ല. നീ ഒരു കാര്യം ചെയ്ത് ഫസക്ക് ചെയ്തേക്ക് പറഞ്ഞു കൊടുത്താണ്, റസൂൽ പറഞ്ഞു കൊടുത്ത കാര്യം തന്നെയാണ്. അപ്പോൾ അത് ആണുങ്ങൾ 3 തവണ ഇങ്ങനെ ചെയ്യണമെങ്കിൽ പെണ്ണിന് ഒരൊറ്റ തവണ മതി. അപ്പോൾ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാം കൊടുക്കുന്ന അത് വളരെ കൂടുതലാണ്. അതാണ് പ്രശ്നം. അത് കൂടുതലേ കൊടുക്കുന്നുള്ളൂ, കുറവല്ല. നേരെ മറിച്ച് ഇതൊന്ന് പറഞ്ഞു നോക്കിയോളൂ പല മുസ്ലിങ്ങളെടുത്തും. ഇതാര് തയ്യാറാവും ഇതിന് പെണ്ണുങ്ങൾക്ക് അനുവദിച്ചു കൊടുക്കാൻ? അങ്ങനെ ഒരു നിയമത്തിലില്ലെന്ന് പറയും. അവിടെ വരുമ്പോൾ നിയമമാണ്. എന്താ നിയമം? നിയമം ഉണ്ടാക്കിയത് ആരാണ്? മുഹമ്മദൻ ലാ എന്നുള്ള പേരിൽ വികലമായ നിയമം, അത് പരിശുദ്ധ ഖുർആനിൽ നിന്ന് ഒരുപാട് അകന്ന് ഉള്ള നിയമം കോഡിഫൈ ചെയ്ത് വെച്ചത് മുള്ള എന്ന് പറയുന്ന ഒരു പാഴ്സിയാണ്, മുസ്ലിം പോലും അല്ല. അയാൾ എഴുതി വെച്ച നിയമമാണ് ഇപ്പോൾ ഏറ്റവും വലിയ നിയമം. ഇതാണ് കാര്യം. അപ്പോൾ അയാൾ എഴുതി വെച്ച നിയമത്തിൽ എക്സ്ട്രാ ജുഡീഷ്യൽ ഡൈവോഴ്സിന് ആണുങ്ങൾക്ക് മാത്രം അവകാശമുണ്ട്, പെണ്ണിന് അവകാശമില്ല. ഈ കാഴ്ചപ്പാട് പരിശുദ്ധ ഖുർആന്റെ കാഴ്ചപ്പാടല്ലാതെ, ഇസ്ലാമിൻ്റെ ശരിയായ കാഴ്ചപ്പാടല്ലാതെ, അത് നമ്മളൊന്ന് തിരിച്ചറിഞ്ഞാൽ മതി. അതും ഒരു മുസ്ലിം ജനത തിരിച്ചറിഞ്ഞാൽ മതി. അതുകൊണ്ട് നമുക്ക് പരിശുദ്ധ ഖുർആൻ നൽകിയ സംഭാവനകൾ, നിയമത്തിലേക്ക് നൽകിയ സംഭാവന, നിയമവ്യവസ്ഥയിൽ നൽകിയ സംഭാവനകൾ നമുക്ക് മറക്കാൻ നോക്കുന്ന കാര്യങ്ങളല്ല. ഇത് നമ്മൾ ഈ ഒരു കാഴ്ചപ്പാടോടുകൂടി വേണം കാണാൻ. അതിന് പകരം സങ്കുചിതമായ മനസ്സോടുകൂടി അവക്കാരനൊന്നും റൈറ്റില്ല, അതൊന്നും അവകാശമില്ല, വേണമെങ്കിൽ കോടതി പോക്കണം. 1938 ഒരു ആക്ട് ഉണ്ടാക്കിയിട്ടുണ്ട്, മുസ്ലിം വിമൻ ഡൈവോഴ്സ് ആക്ട് ഉണ്ടാക്കിയിട്ടുണ്ട്.
അവർ വേണമെങ്കിൽ ഒരുപാട് കാരണങ്ങൾ അതിൽ ഏതെങ്കിലും ഗ്രൗണ്ട് എസ്റ്റാബ്ലിഷ് ചെയ്ത് ഡൈവോഴ്സ് വാങ്ങിക്കണം. മൂക്കി പല്ല് വിളിച്ചാലും ആ പെണ്ണിന് ഡൈവോഴ്സ് കിട്ടത്തില്ല. അതാ ഞാൻ പറഞ്ഞത്. അത് അവൾ അനുഭവിച്ചോണം. അതല്ല നമ്മൾ ചെയ്യേണ്ടത്. ലോകത്തിന് കാണിച്ചു കൊടുക്കണം, നാടിന് കാണിച്ചു കൊടുക്കണം ഇസ്ലാം എന്താണ് എന്ന്, ഇസ്ലാം സ്ത്രീകൾക്ക് കൊടുക്കുന്ന സ്ഥാനം എന്താണ് എന്ന്. പുരുഷന് കൊടുക്കുന്നതിലും വലിയ സ്ഥാനമാണ്. പുരുഷന് 3 തവണ അവൻ തലാക്ക് ചെല്ലണമെങ്കിൽ, മുത്തലാക്ക് ഒക്കുന്നില്ലല്ലോ, അത് ആണ്ട് കാത്തിരുന്ന് അവൻ 3 മാസം അവൻ വെയിറ്റ് ചെയ്യണമെങ്കിൽ പെണ്ണിനതൊന്നും വേണ്ട. ഒരൊറ്റ തവണ പറഞ്ഞാൽ മതി, നിന്നെ എനിക്ക് വേണ്ടെന്ന്, കാര്യം തീർന്നോടെ. അതാണ് ഇസ്ലാം സ്ത്രീകൾക്ക് കൊടുക്കുന്ന മഹത്തായ സ്ഥാനം. പക്ഷെ ഇതിനെ കുറച്ച് കാണിക്കാനും ഇതിനെ നശിപ്പിക്കാനുമായിട്ട് തന്നെ ധാരാളം അതാ ഞാൻ പറഞ്ഞ സംഘടനകളാണ് പോകുന്നത്. ഏറ്റവും വലിയ തർക്കം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, മിമ്പറിൽ കയറി നിന്ന് ഇമാം പ്രസംഗിക്കേണ്ടത്, അതായത് കൊത്തുബ നടത്തേണ്ടത് മലയാളത്തിലാണോ അറബിയിലാണോ, ഇതാണ് ഏറ്റവും വലിയൊരു തർക്ക വിഷയം. ഇതോടുകൂടി ഞങ്ങൾ ആണെങ്കിൽ ഇല്ല മറ്റേതല്ല, നീ ഒന്നും മുസ്ലിം അല്ല എന്നങ്ങ് പറഞ്ഞേക്കും. മലയാളത്തിൽ മലയാളത്തിൽ അറിയാവുന്നവരുടെ അടുത്ത് മലയാളത്തിൽ പറഞ്ഞു കൊടുത്തുള്ളൂ എന്ന് എവിടെയെങ്കിലും പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ? ഒന്നുമില്ല. പരിശുദ്ധ ഖുർആൻ പഠിക്കണം, അത് ഏത് ഭാഷയിലായാലും ശരി, അത് പഠിച്ചാൽ മതി. മനസ്സിലാക്കണം, അതിൻ്റെ തത്വങ്ങൾ അറിയണം, എല്ലാം അറിയണം, അത് പഠിക്കണം. അല്ലാതെ ഓതാൻ പഠിപ്പിച്ചുകൊണ്ട് കാര്യമുണ്ടോ? അവിടെ കൊണ്ടിരുത്തിയിട്ട് ദറസിലോട്ട് ഓതാൻ വിടും. അങ്ങോട്ട് ആദ്യം കായിക അങ്ങോട്ട് വായിക്കും, ഇത് അൽഹു ബായ എല്ലാം അങ്ങോട്ട് പഠിക്കും. പഠിച്ചതിന് ശേഷം കൂട്ടക്ഷരങ്ങളും ഒക്കെ ഒന്ന് പഠിച്ചെടുക്കും. എന്നിട്ട് ഇതങ്ങ് ഇരുന്ന് ഓതിക്കൊണ്ടിരിക്കുക, ആടിക്കൊണ്ട് ഓതുക. ഇതുകൊണ്ട് എന്താ പ്രയോജനം നമ്മൾ നോക്കിയുള്ളൂ? ഖുർആൻ ഓതാനുള്ളതാണോ? ഓതിക്കളയാനുള്ളതല്ല പരിശുദ്ധ ഖുർആൻ. അത് മനസ്സിലാക്കി പാരായണം ചെയ്യാനുള്ളതാണ്. ഓരോ തവണ അത് വായിക്കുമ്പോഴും അവൻ്റെ മനസ്സിൽ കയറണം അതെന്താണ് ഈ പറഞ്ഞേക്കുന്നതെന്ന്. അതിനെ പ്രാപ്തരാക്കണം ആളുകളെ. അതാണ് ഒരു തർക്കം. ഇതാണ് ഞാൻ പറഞ്ഞ തർക്കം കേട്ടോ. രണ്ടാമത്തെ ഏറ്റവും വലിയൊരു തർക്കം ഉള്ളത് ഒന്ന് നോക്കിക്കോളൂ. രാവിലെ സുബഹി നമസ്കാരത്തിന് കുനു തോന്നണോ വേണ്ടത്? ഇതെന്താ ഓതിയാൽ എന്താ, ഓതിയില്ലെന്താ? ഇതൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കാണ് തർക്കങ്ങളുള്ളത്. ഇതൊക്കെ മുസ്ലിം സംഘടനകൾ, അതായത് പല വിഭാഗങ്ങളായിട്ട് മുസ്ലിം തിരിഞ്ഞു പോകാനുള്ള കാരണങ്ങളാണ്. ഈ ചെറിയ ചെറിയ കാര്യങ്ങളാണ്. ആശയപരമായ ചില സംഘടനകൾ, ചെറിയ ചെറിയ കാര്യം, അതൊക്കെയാണോ പുറത്തെടുത്തിട്ട് വിഭാഗീയത വിളിച്ചു വരുത്തേണ്ടത്? ഈ വിഭാഗീയതകൾ പലപ്പോഴും ഉണ്ടാകുന്നത് എന്താണ്? സമ്പത്തിൻ്റെ പ്രശ്നത്തിലാണ്. നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിയാൽ, ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട്, ബാക്കി ഒരു കാര്യവും ഞാൻ പറയുന്നില്ല അതിനെക്കുറിച്ചൊന്നും. കാരണം എനിക്ക് നേരിട്ടറിയാവുന്നതാണ് ഈ സംഘടനയുടെ പോലും കാര്യം. എൻ്റെ മുമ്പിൽ വന്നിട്ടുള്ള പ്രശ്നങ്ങളാണ് എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ അതിലേക്ക് ഞാനൊന്നും പോകുന്നില്ല. അപ്പോൾ ഇത് നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ് ഇതിനകത്ത്. ഇത് അങ്ങനെ വരുമ്പോൾ അതാണോ നമ്മൾ സാമ്പത്തിക കാര്യങ്ങളെ ചൊല്ലിയാണോ നമ്മൾ നോക്കേണ്ടത്? എന്തിനാണ് മതം നമ്മൾ കൊണ്ടു നടക്കുന്നത്? നമ്മുടെ മതമെന്ന് പറയുമ്പോൾ നമ്മളുടെ കാഴ്ചപ്പാട് പിന്നെ വേറെ ഒരെണ്ണം. ഒന്ന്, പരിശുദ്ധ ഖുർആനെ സംബന്ധിച്ച ഏത് മതഗ്രന്ഥങ്ങളെ സംബന്ധിച്ചിടത്തോളം, അത് പരിശുദ്ധ ഖുർആനാകട്ടെ, ബൈബിളാവട്ടെ, ഭഗവത്ഗീതയാകട്ടെ, ഇത് ഇന്റർപ്രറ്റ് ചെയ്യുമ്പോൾ, വ്യാഖ്യാനിക്കുമ്പോൾ ആ വ്യാഖ്യാനങ്ങൾക്ക് ഒരുപാട് മാനങ്ങൾ ഉണ്ടാകണം. ഒരു മുസ്ലിം രാഷ്ട്രത്തിൽ, ഇവിടെ സൗദി അറേബ്യയിൽ അല്ലെങ്കിൽ പാകിസ്ഥാനിൽ, അതേപോലുള്ള ഒരു മുസ്ലിം രാഷ്ട്രത്തിൽ കൊടുക്കുന്ന വ്യാഖ്യാനമല്ല നമ്മൾ പരിശുദ്ധ ഖുർആൻ ഒരു ബഹുസ്വരതയുള്ള ഒരു നാട്ടിൽ കൊടുക്കേണ്ടത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ തത്വങ്ങളൊന്നും ബലികഴിക്കണമെന്നല്ല, അതൊന്നും വിട്ടുവീഴ്ച വേണ്ട. പക്ഷെ അതിൻ്റെ വ്യാഖ്യാനങ്ങൾ പറയുമ്പോൾ, ആ വ്യാഖ്യാനം കൊടുക്കുമ്പോൾ ആ ഒരു ജനറൽ ഇൻ്റർപ്രിട്ടേഷൻ നമ്മൾ കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്. ഇല്ലാതൊന്നും പറയാൻ പറ്റുന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ സൂറത്തുൽ കാഫിറൂൻ, അത് നമുക്ക് ഒന്ന് ആലോചിച്ച് നോക്കുള്ളൂ. നമ്മൾ പലപ്പോഴും ഉണ്ടെന്ന് എന്താണെന്നറിയോ, അവൻ കാഫിറാണ് എന്നൊരുത്തനെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയുള്ളൂ എന്താണെന്ന്, അതിൻ്റെ ആ വികാരം എന്തുണ്ടാകും എന്ന് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിയുള്ളൂ. വളരെ മോശമായ ഒരു പദപ്രയോഗമായിട്ടാണ് മറ്റ് മതസ്ഥർ അതിനെ കാണുന്നത്. ഇന്ത്യയിൽ അങ്ങനെ കാണുന്നത് കേട്ടോ. ഇവിടെ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല, അവിടെ അങ്ങനെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനല്ല നമ്മളതിന് സംബോധന ചെയ്യാൻ പാടുള്ള ഒരു സഹോദരനാണ് അയാൾ. തീർന്നു, വേണ്ടാന്ന് ഞാൻ പറഞ്ഞില്ല. എന്താണ് ആ സൂറത്തിൽ? നിങ്ങൾ നിങ്ങളുടെ മതത്തിൽ വിശ്വസിക്കുന്നു, ഞാൻ എൻ്റെ മതത്തിൽ വിശ്വസിക്കുന്നു. എനിക്ക് നിങ്ങളുടെ മതത്തിൽ വിശ്വസിക്കാൻ സാധിക്കുന്നില്ല, നിങ്ങൾക്ക് എൻ്റെ മതത്തിൽ വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ മതം, എനിക്ക് എൻ്റെ മതം. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും മഹത്തായ ആശയമല്ലേ അത്? എല്ലാ മതങ്ങളെയും അംഗീകരിക്കുന്നതല്ലേ ഈ ആശയം എന്ന് പറയുന്നത്? മതസൗഹാർദ്ദം ഊട്ടിയുറപ്പിക്കുന്ന ആശയമല്ലേ പരിശുദ്ധ ഖുർആൻ കൊടുക്കുന്നത്? ഇത് ഈ രീതിയിലുള്ള ഈ കാഴ്ചപ്പാടോടുകൂടി ജനങ്ങളിലേക്ക് കൊണ്ടെത്തിക്കണം. ഇവിടെ ഇതിൻ്റെ ആവശ്യമില്ല. കാരണം ഇവിടെ മുസ്ലിം രാഷ്ട്രം എന്നുള്ള നിലയ്ക്ക് ഇവിടെ ഇത് മനസ്സിലാക്കി ഈ രീതിയിൽ ജീവിച്ചാലേ പറ്റുള്ളൂ. നേരെ മറിച്ച് ഒരു ജനാധിപത്യ രാജ്യമായ
ബഹുസ്വരതയുള്ള നാനാജാതി മതസ്ഥരുള്ള ഭാരതം പോലുള്ള ഒരു രാജ്യത്ത് അതിന് കൊടുക്കുന്ന ഇന്റർപ്രിട്ടേഷൻ എന്ന് പറയുന്നത് ഈ രീതിയിലുള്ള ഇന്റർപ്രിട്ടേഷനാണ് കൊടുക്കേണ്ടത്. മതസൗഹാർദ്ദം ഊട്ടിയുറപ്പിക്കുന്ന മതം തന്നെയാണ് ഇസ്ലാം എന്ന് പറയുന്നത്. പരിശുദ്ധ ഖുർആൻ അതാണ് പഠിപ്പിക്കുന്നത്. എല്ലാ മതങ്ങളെയും ബഹുമാനിക്കാനേ നമ്മൾ പഠിച്ചിട്ടുള്ളൂ. എല്ലാ മതങ്ങളെയും സ്നേഹിക്കാനേ പഠിച്ചിട്ടുള്ളൂ. അതിൻ്റെ അർത്ഥം എന്താണ്? ഒരു മുസ്ലിം ആവണ്ടെന്നല്ല. മുസ്ലിം ആവാം, അവൻ്റെ മതത്തിൽ ഇസ്ലാമിൽ അടിയുറച്ച് വിശ്വസിക്കണം. അർപ്പണം അതായിരിക്കണം. അതിൽ അടിയുറച്ച അർപ്പണ മനോഭാവത്തോടുകൂടി വിശ്വസിക്കണം, ഇല്ലേ മുസ്ലിം ആവത്തില്ല. അപ്പോൾ ആ വിശ്വാസം ഉള്ളിടത്ത് അവൻ്റെ അടിയുറച്ച വിശ്വാസം, ആ വിശ്വാസം അവനെടുക്കണം, വേണ്ടെന്നല്ല. അത് മുസ്ലിമിൻ്റെ മുഖമുദ്രയാണ്. അതങ്ങെടുത്തേക്കണം. അത് കൊണ്ടുപോയി കഴിഞ്ഞാൽ അതാ പറയേണ്ടത്. നിങ്ങൾക്ക് നിങ്ങളുടെ മതം, എനിക്ക് എൻ്റെ മതം, അതേ എനിക്ക് പറ്റുന്നുള്ളൂ. ആ ഒരു കാഴ്ചപ്പാട് എടുത്തിട്ട് നമ്മൾ ആ രീതിയിലൊന്ന് കാണുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ മതങ്ങളെയും നമ്മൾ സ്നേഹിക്കും, എല്ലാവരും നമ്മളെയും സ്നേഹിക്കും. ഇസ്ലാമിനെ കുറിച്ചുള്ള തെറ്റിദ്ധാരണകൾ ജനങ്ങൾക്ക് മാറണം. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. പലരും പറഞ്ഞുകൊണ്ട് നടക്കുന്നത് ഇസ്ലാം എന്ന് ഇപ്പം നമ്മൾ കാണുന്ന തീവ്രവാദങ്ങൾ എന്താണ്? ഇന്നത്തെ ആചാരങ്ങളാണ് ശരി എന്ന് ശടിക്കുന്നത് തീവ്രവാദമല്ലേ? കാരണം സഹോദരനായപ്പം പറഞ്ഞതാണ്, ഇന്നലെ ചെയ്തൊരബദ്ധം ഇന്നത്തെ ആചാരമാകാം, നാളത്തെ സത്യം അതാകാം, മറ്റന്നാൾ വീണ്ടും തിരിച്ചു വരുന്നത് ചിലപ്പം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒന്ന് നമ്മൾ ചിന്തിച്ചാൽ മതി. അപ്പോൾ അത് ആചാരങ്ങളെന്ന് പറയുന്ന മനുഷ്യ സൃഷ്ടികളാണ്. അത് പടച്ചവൻ സൃഷ്ടിച്ചല്ല, ദൈവ സൃഷ്ടിയല്ല ആചാരങ്ങൾ. കാലാകാലങ്ങളിൽ മനുഷ്യൻ സൃഷ്ടിക്കുന്നതാണ്. എന്ത് വ്യത്യാസങ്ങൾ വരും ഇതിനൊക്കെ? ഒരുപാട് വ്യതിയാനങ്ങളും മാറ്റങ്ങളും വരുന്നില്ലേ? ആചാരങ്ങൾ മാറി മറിയുന്നത് നമ്മൾ കാണുന്നില്ലേ? ഇന്നത്തെ ആചാരങ്ങളാണ് ശരി, ഇത് മതി എന്ന് പറഞ്ഞാൽ അത് തീവ്രവാദമല്ലേ? ഈ ആചാരങ്ങളിൽ വിശ്വസിക്കാത്തവനിവിടെ വേണ്ട. ഇനിയുള്ള എല്ലാ കാലത്തും ഇത് തന്നെ വിശ്വസിക്കണം, കാരണം എൻ്റെ ആചാരം ഇതാണ് ശരി എന്ന് ശഠിച്ചാൽ, അങ്ങനെ ഇല്ലാത്തവനിവിടെ വേണ്ട എന്ന് പറഞ്ഞാൽ അതല്ലേ ഭീകരവാദം? ഇപ്പം ഇസ്ലാമാണോ ഭീകരവാദി? നിങ്ങൾ ചിന്തിച്ചു നോക്കിയുള്ളൂ. ഒരിക്കലും ഇസ്ലാം ഭീകരവാദിയല്ല. ഒന്നിലും ലോകത്തൊരിക്കലും ഇസ്ലാം ഭീകരവാദം ഉണ്ടാക്കിയിട്ടില്ല. പക്ഷേ ഇവിടെ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട ഒരു ജനസമൂഹം പലപ്പോഴും ഭീകര മാർഗങ്ങളിലേക്ക് ഇറങ്ങാണ്. അതിന് ജാതിയും മതമൊന്നുമില്ല, ഒരു മുഖവുമില്ല. അവൻ മുസ്ലിം നാമധാരിയായതുകൊണ്ട് അവൻ മുസ്ലിമാണോ? അല്ലല്ലോ. ഈ 39 പേരെ ചുട്ടരിച്ചവൻ മുസ്ലിം നാമധാരിയായി പോയതുകൊണ്ട് അവൻ മുസ്ലിമാണോ? അല്ല. അവന് മുസ്ലിമിൻ്റെ ഒരു പേരുണ്ടെന്നുള്ളതേ ഉള്ളൂ. ഒരു പേരിട്ടുകൊണ്ട് അവൻ മുസ്ലിം ആവണോ? അവൻ ഇസ്ലാമിൽ വിശ്വസിക്കുന്നവനാണോ? അല്ല. നമ്മൾ സമാധാനത്തിൽ വിശ്വസിക്കാൻ നമ്മളെ പഠിപ്പിച്ചേക്കുന്നതാണ്. എല്ലാവരെയും സഹോദരന്മാരായിട്ട് കാണാൻ നമ്മളെ പഠിപ്പിച്ചേക്കുന്നതാണ്. ഈ ഒരു കാഴ്ചപ്പാട് നമുക്ക് വേണം. എനിക്കിപ്പോൾ സമയമില്ല, ഇനി 2 മിനിറ്റിനകത്ത് ഞാൻ നിർത്തും. അപ്പോൾ അതിനകത്ത് നമുക്ക് സാഹോദര്യത്തെക്കുറിച്ചുള്ള നമ്മുടെ കാഴ്ചപ്പാട് അത് എടുക്കണം. അത് ഞാൻ ഇന്നലെ അവിടെ പറഞ്ഞു പോയതുകൊണ്ട്, എവിടെയോ ഞാൻ പ്രസംഗിച്ചപ്പോൾ ഞാൻ പറഞ്ഞതുകൊണ്ട് ഞാനത് ആവർത്തിക്കുന്നില്ല. ഇതേപോലുള്ള അതായത് വളരെ ഗന്ധികളായ നടന്ന സംഭവകഥകൾ മാത്രം എഴുതുന്ന, കഥാരൂപത്തിൽ എഴുതുന്ന ഒരു വളരെ പ്രശസ്തനായ തുർക്കി സാഹിത്യകാരൻ അങ്കലദിരിസ് ഉണ്ട്. അദ്ദേഹത്തിൻ്റെ ലവ് സ്റ്റോറീസ് ഓഫ് ഡിഫറെൻറ്റ് കൈൻഡ് എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട്. കിട്ടുമെങ്കിൽ വായിക്കണം. അതിലുള്ള ഒരു സംഭവ കഥ മാത്രം വളരെ ചുരുങ്ങിയ വാക്കുകൾ ഞാൻ പറഞ്ഞിട്ട് നിർത്താം. എന്താണ് സാഹോദര്യം? ആരായിരിക്കണം സഹോദരൻ? എന്തായിരിക്കണം ഒരു മുസ്ലിം എന്നതിൽ കാണിച്ചിട്ടുണ്ട്. ബാഗ്ദാദിൽ, നിങ്ങൾക്കറിയാം, ഇറാഖിൻ്റെ തലസ്ഥാനമായിരുന്ന ബാഗ്ദാദ്, അവിടെ ഇന്ന് യുദ്ധമല്ലായിരുന്നു, ആണല്ലോ, നാമാവിശേഷമാക്കിയില്ലേ? ബാഗ്ദാദ് എന്ന് പറയുന്ന ഏറ്റവും പുരാതനമായ നഗരം ഇന്ന് നാമാവിശേഷമായി പോയി, ഒന്നുമില്ല. ലോകം കണ്ട ഏറ്റവും വലിയ ലൈബ്രറി നശിച്ചു പോയി, ഒന്നുമില്ല, കൊള്ളയടിക്കപ്പെട്ടു, മുഴുവൻ എല്ലാം പോയി. പോയ ആ സ്ഥലത്ത് ബാഗ്ദാദിൽ ഒരു യുദ്ധ ക്യാമ്പിൽ ഒരു കൊച്ചുകുട്ടിക്ക് ഷെല്ലാക്രമണത്തിൽ പരിക്കേറ്റവനെ കൊണ്ടുവന്ന് അവനൊരു സർജറി വേണം. ബ്ലഡൊക്കെ നഷ്ടപ്പെട്ടു പോയി. അവന് രക്തം അടിയന്തരമായിട്ട് വേണം ആ സർജറി നടത്താൻ, ഇല്ലേ മരിച്ചു പോകും കുഞ്ഞ്. അപ്പോൾ മുതിർന്നവരുണ്ടവിടെ. ആർക്കും അവിടെ വിദ്യാഭ്യാസമൊന്നുമില്ല, കാരണം ജനിക്കുമ്പോഴേ തോക്കെടുത്ത് കൈ കൊടുക്കും, അതേ അവനറിയാവൂ. അല്ല, പഠിത്തമൊന്നുമില്ല, സ്കൂളും വിദ്യാഭ്യാസമൊന്നുമില്ലല്ലോ. അവിടെ മുതിർന്നവരാരും ഈ രക്തം കൊടുക്കാൻ തയ്യാറായില്ല. കൗമാരപ്രായത്തിലുള്ള ഒരു കുട്ടി ഇങ്ങോട്ട് കടന്നു വന്നു. അവൻ പറഞ്ഞു ഞാൻ കൊടുക്കാം. അപ്പം ബ്ലഡ് നോക്കിയപ്പോൾ എല്ലാം ചേരും പെട്ടെന്ന് എന്ന ബ്ലഡ് എടുക്കാനുള്ള ഒരു മാർഗം അവരെടുക്കുകയാണ്. അപ്പോൾ അവനൊരു വ്യവസ്ഥ വെച്ചു. ഒറ്റ കാര്യം അവൻ പറഞ്ഞുള്ളൂ, എനിക്ക് എൻ്റെ ഉമ്മയെ ഒന്ന് കാണണം ഇതിനു മുമ്പ്. അപ്പോൾ ഉമ്മ എവിടെയാണെന്ന് അന്വേഷിച്ചപ്പോൾ മറ്റ് ദൂരെയുള്ള ഒരു യുദ്ധ ക്യാമ്പിലാണ് ഇതേപോലെ. അപ്പോൾ അവിടെ പോയിട്ട് വരുമ്പോഴത്തേക്ക് പിന്നെ ഈ ബ്ലഡിൻ്റെ ആവശ്യം വരത്തില്ല.
അപ്പോൾ പറഞ്ഞു, എന്തിനാ ഉമ്മയെ കാണുന്നത്, എന്താ ആവശ്യം? അപ്പം വിദ്യാഭ്യാസമില്ലാത്ത ഒരു കുട്ടിയാണ്. അവൻ പറഞ്ഞു, എന്താ അതായിരിക്കണം കാഴ്ചപ്പാട് നമ്മുടെ. അവൻ പറഞ്ഞു, എൻ്റെ രക്തം എടുക്കുമ്പോൾ ഞാൻ മരിച്ചുമില്ലേ, അപ്പോൾ എനിക്ക് അതിന് മുമ്പ് എൻ്റെ ഉമ്മയെന്ന് കാണാം. ഇത്രയേ ഉള്ളൂ. ലിമിറ്റഡ് ആയിട്ടുള്ള ഒരു റിക്വസ്റ്റാണ്. അവൻ അറിഞ്ഞുകൊണ്ട് വന്നേക്കാണ് അവൻ മരിക്കും എന്ന്. പക്ഷേ സഹജീവിയെ, ഒരു കുട്ടിയെ രക്ഷപ്പെടുത്താൻ അവൻ മരിക്കാൻ തയ്യാറാണ്. ഇതാണ് സാഹോദര്യം, ഇതാണ് ഇസ്ലാമിൻ്റെ സാഹോദര്യം എന്ന് പറയുന്നത്. ഇതാണ് ഈ ഒരു കാഴ്ചപ്പാട് നമുക്കൊക്കെ വേണം. അത് എല്ലാവരും സഹോദരന്മാരാണ്. അവിടെ ജാതി, മതം, വിഭാഗീയത, വർഗീയത, രാഷ്ട്രീയം ഇതൊന്നുമില്ല. എല്ലാവരും സഹോദരങ്ങളാണ് നമ്മുടെ. അതാണ് ഇസ്ലാം പഠിപ്പിക്കുന്ന സാഹോദര്യം. ഈ കാഴ്ചപ്പാടാണ് ഇന്ത്യൻ ഭരണഘടന പറയുന്ന കോമൺ ബ്രദർഹുഡ്, പൊതുവായ സാഹോദര്യം. ഇതില്ലാതെ ഇന്ത്യക്ക്, ഭാരതത്തിന് മുമ്പോട്ട് നീങ്ങാൻ ഒക്കുന്നില്ല. അതിന് പകരം മുസ്ലിങ്ങളുടെ എണ്ണം കൂടുതലാണ്, ഇനി കൂടിക്കൊണ്ടിരിക്കും. 2037 ആകുമ്പോൾ മുസ്ലിങ്ങൾ 87% ഇതൊക്കെയാണ് ഇപ്പോഴത്തെ കണക്ക്. അതുകൊണ്ട് മുസ്ലിങ്ങളെ എല്ലാം തല്ലിക്കൊണ്ടണം. ഒന്ന് ചിന്തിച്ചു നോക്കിക്കോളൂ, ഒന്ന് ആലോചിച്ച് നോക്കിക്കോളൂ. ഈ രീതിയിലേക്കാണ് സർവേ ഫലങ്ങൾ പോലെ അങ്ങ് പോവുകയാണ്. തെറ്റിദ്ധാരണ പടർത്തുന്ന സോഷ്യൽ മീഡിയ പലപ്പോഴും ഈ ഒരു ചില കാര്യങ്ങളിൽ ഇങ്ങനെ ചില കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. എന്ത് അപകടകരമായ ഒരു സ്ഥിതിവിശേഷമാണെന്ന് ആലോചിച്ച് നോക്കിക്കോളൂ. മനുഷ്യൻ്റെ മനസ്സുകളിൽ വിഷം നിറയ്ക്കുകയാണ്. ഇന്ന് മതങ്ങളെ ഉപയോഗിക്കുന്നത് എന്തിനാണ്? മതങ്ങളുടെ പ്രസക്തി എപ്പോൾ നഷ്ടപ്പെട്ടു? മൂല്യങ്ങൾ നഷ്ടപ്പെട്ടത് മതങ്ങൾ അധികാര രാഷ്ട്രീയത്തിലേക്കുള്ള എണിപ്പടികളാണെന്നും കുറുക്കുവഴിയാണെന്നും കണ്ടുപിടിക്കപ്പെട്ടതോടുകൂടി മതങ്ങളുടെ മൂല്യങ്ങൾ നഷ്ടപ്പെടുകയാണ്. അവിടെ രാഷ്ട്രീയത്തിൻ്റെ മൂല്യങ്ങളും നഷ്ടപ്പെട്ടു അതോടുകൂടി. കാരണം ഏത് വിധത്തിലും എന്ത് ജിമിക്ക് കാണിച്ചിട്ട് ഇത് മതം, ഈ മതത്തിലുള്ളവൻ ഈ രാഷ്ട്രീയമാണ് എന്നാക്കുക. ആ രീതിയിലേക്കുള്ള ഒരു കാഴ്ചപ്പാട് വന്നുപോയി. അങ്ങനെ വരുതി എന്ന് പറഞ്ഞാൽ ഈ അടുത്തുള്ള ആനുകാലികമായ സംഭവങ്ങൾ, സാമൂഹ്യ കാലാവസ്ഥയിൽ ഇന്ന് സൃഷ്ടിക്കപ്പെട്ടത് മനുഷ്യൻ്റെ മനസ്സുകളെയെല്ലാം മതങ്ങൾ വേലികെട്ടി തിരിച്ചതാണ്. ഇതാണ് ഏറ്റവും വലിയ പ്രശ്നം, ഏറ്റവും വലിയ സാമൂഹ്യ പ്രശ്നമാണ്. മനുഷ്യർ തമ്മിൽ ബന്ധമില്ലാതായി, മത ധ്രുവീകരണം നടന്നു കഴിഞ്ഞു. അതിങ്ങനെ കൂടിക്കൊണ്ടിരുന്നാൽ വളരെ ബുദ്ധിമുട്ടാണ്. അങ്ങനെ ആകരുത് ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം, മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം. നമുക്കൊക്കെ ഭാരതത്തിൽ താമസിക്കാൻ അവകാശമുള്ളവരാണ്. താമസിക്കണം, ജീവിക്കണം. അവിടെ എങ്ങെന്നും വന്നു കയറിയവരൊന്നുമല്ല. ഭാരതത്തിൽ ജനിച്ചവരാണ്, ഇന്ത്യയുടെ പുത്രന്മാരാണ്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം വാങ്ങിച്ചെന്ന ആളുകളുടെ പേരെഴുതി വെച്ചിട്ടുണ്ടല്ലോ ഇന്ത്യ ഗേറ്റിൽ. ഇന്ത്യ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത പ്രമുഖരായ ആളുകളുടെ പേര് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ആ പേരുകളിൽ നിങ്ങൾ ആലോചിച്ച് നോക്കിക്കോളൂ, 65% മുസ്ലിങ്ങളാണ്. അതാ കാര്യം. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം, അപ്പൊ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം വാങ്ങിച്ചു തന്ന ഇസ്ലാമിന് സ്ഥാനമില്ലെന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ ആ നാട്ടിൽ? പക്ഷേ ആ ഒരു കാഴ്ചപ്പാടിലേക്ക് വന്നു കഴിഞ്ഞു. ഇതേതോ വലിഞ്ഞേറി വന്നവന്മാരാണെന്നും വെളിയിൽ പോണ്ടവന്മാരാണെന്നും ഉള്ള ഒരു കാഴ്ചപ്പാട് വന്നു. അതിനെ ഊട്ടി ഉറപ്പിക്കാൻ ഓരോ മഹാന്മാരും ഇറങ്ങിയേക്കാണ്, ഓരോന്ന് പറഞ്ഞുകൊണ്ട്, ഓരോ വർത്തമാനം, ഓരോ രീതിയിലെ കാഴ്ചപ്പാട്. ഇതാണ് ഇയാളെ ഒരിക്കൽ ഒരുത്തം പ്രസംഗിക്കുന്നത് കേട്ടു ഞാൻ. കേട്ടോ, എന്തുവാ, ഞാൻ ഈ അടുത്ത സമയത്താണ് അത് ഒന്ന് കണ്ടിട്ട് അതെനിക്കൊരു ഹിന്ദു സഹോദരൻ അയച്ചു തന്നതാണ് കേട്ടോ. വളരെ ഒരു മാർക്സിസ്റ്റുകാരനായിരുന്ന ഒരാൾ ഈ അടുത്ത സമയത്ത് പെട്ടെന്ന് BJP കാരനായി. കാര്യം എന്താ? ശബരിമല വിഷയം വന്നതോടുകൂടി അയാൾ നോക്കിയപ്പോൾ അയ്യപ്പ തന്നെ അത് നേരെ ഞാൻ ഇനി ഇതാണ് അടിയുറച്ച മാർക്സിസ്റ്റുകാരനാണ്. അത് ഒരു ഐഡിയോളജിയും ഇല്ലാത്ത ഒരാളാണ്, ഉണ്ടെങ്കിൽ ഇങ്ങനെ ആകുകയല്ല. അയാൾ അയച്ചു തന്നതാണ് ഒരുത്തം നിന്ന് പ്രസംഗിക്കുന്നത്. അതായത് കേരളം ഉടനെ തന്നെ ഒരു മുസ്ലിം ഇതിൻ്റെ മാത്രം ഭൂരിപക്ഷ സ്ഥലമായിട്ട് അങ്ങ് മാറും. അങ്ങനെ മാറ്റണം, അതാണ് മുസ്ലിമിൻ്റെ ജോലി എന്ന് വെച്ചാൽ കൊച്ചുങ്ങളെ പഠിച്ചിറക്കിക്കൊള്ളാൻ അവൻ നിന്ന് പറഞ്ഞാണ്. ഇത് പറയാന്ന് പറഞ്ഞാൽ അത് നമ്മുടെ നാട്ടിലെ മതസൗഹാർദ്ദം തകർക്കുന്നതിന് ഉതകത്തില്ലേ? ഇത് ഇങ്ങനെയുള്ള പുഴുക്കുത്തുകളെ ഒറ്റപ്പെടുത്താൻ നമ്മളൊന്ന് പഠിക്കണം. ഇനി എനിക്ക് സമയമില്ലാത്തതുകൊണ്ട് ലീഗൽ സിസ്റ്റത്തിലെ ബാക്കി ഇനി മറ്റൊരു അവസരത്തിൽ എപ്പോഴെങ്കിലും ആകാം. കാരണം എനിക്കിപ്പോൾ പോയേ പറ്റുള്ളൂ, നിവർത്തിയില്ല. അതുകൊണ്ട് ഏതായാലും എന്നെ ഇത്രയും വളരെ നിർബന്ധിച്ച് വന്ന് ഇവിടെ വിളിച്ചുകൊണ്ട് വന്ന ഇതിൻ്റെ സംഘാടകർക്ക് ഞാൻ നന്ദി പറയാനാണ്. ഇത്രയും സഹോദരങ്ങളെ ഒന്നിച്ച് കാണാൻ പറ്റിയല്ലോ, അത് നിങ്ങളെയൊക്കെ ഒന്ന് കാണാൻ പറ്റി, ഒന്ന് സംബോധന ചെയ്യാനും പറ്റി. അതൊരു വലിയ ഭാഗ്യമായിട്ട് ഞാൻ കണക്കാക്കുകയാണ്. നിങ്ങൾക്കൊക്കെ എല്ലാവിധ നന്മകളും ഞാൻ ആശംസിക്കുന്നു. അതായത് നമ്മുടെ നാട്ടിലെ മതനിരപേക്ഷത മുമ്പോട്ട് കൊണ്ടുപോകേണ്ടത് ഉള്ള ബാധ്യത എന്ന് പറയുന്നത് ഇന്ന് മുസ്ലിമിൻ്റെ ബാധ്യതയായി മാറിയിരിക്കുകയാണ്. അതാണ് പ്രശ്നം. ഈ ബാധ്യത ഇന്ന് ഹിന്ദുവിനില്ല, ക്രിസ്ത്യാനിക്കില്ല. നേരെ മറിച്ച് ഏറ്റവും വലിയ ബാധ്യത, മതനിരപേക്ഷത മുമ്പോട്ട് കൊണ്ടുപോകേണ്ട ബാധ്യത എന്ന് പറയുന്നത് ഈ സമൂഹത്തിൻ്റെ മേളിൽ അടിച്ചേൽപ്പിക്കപ്പെട്ടിരിക്കുകയാണ്. ആ ഒരു ഭാരം നമ്മൾ ചുമന്നേ പറ്റുള്ളൂ, നിവർത്തിയില്ല. കാരണം ഇത് മുമ്പോട്ട് കൊണ്ടുപോകണം. മുമ്പോട്ട് കൊണ്ടുപോകണമെങ്കിൽ പരിശുദ്ധ ഖുർആൻ എന്താണെന്ന് മനസ്സിലാക്കി പഠിക്കണം.
ഖുറാൻ ഓതാനല്ല, പഠിക്കാനാണ്. അതിൻ്റെ ആശയം ഓരോ തവണ വായിക്കുമ്പോഴും മനസ്സിലോട്ട് തറഞ്ഞു കയറണം, എന്താണ് അതിൽ പറഞ്ഞേക്കുന്നതെന്ന്. അതിനെ ഐസൊലേറ്റ് ചെയ്ത് ഓരോ വാചകങ്ങൾ അടർത്തിയെടുത്ത് അതിനെ വികലമാക്കി ചിത്രീകരിക്കാനുള്ള ശ്രമം ഉണ്ടാകുമ്പോൾ ഇതല്ല പറഞ്ഞത്, അതിൻ്റെ സാഹചര്യം ഇതാണ് എന്ന് പറയാനുള്ള ഒരു കഴിവ് ഒരു മുസ്ലിം സഹോദരൻ ഉണ്ടാകണം. ഇല്ലെങ്കിൽ പ്രയോജനമില്ല. കാരണം നമുക്ക് അതാണ് പ്രൊപ്പഗേറ്റ്, ഫ്രീഡം ടു പ്രൊപ്പഗേറ്റ് റിലിജിയൻ എന്ന് പറയുന്നത് അതാണ്. പ്രൊപ്പഗേറ്റ് ചെയ്യേണ്ടത് അതാണ്. ആ ഒരു കാഴ്ചപ്പാടോടുകൂടി വേണം നമ്മളിത് പഠിക്കാൻ. അതിന് നിങ്ങളൊക്കെ കൊടുക്കുന്ന ഈ ഇസ്ലാഹി സെൻ്ററൊക്കെ കൊടുക്കുന്ന സംഭാവന വളരെ വലുതാണ്. ഇത് ഈ പ്രസ്ഥാനം നല്ല രീതിയിൽ മുമ്പോട്ട് പോകട്ടെ. നല്ല രീതിയിൽ പരിശുദ്ധ ഖുർആൻ്റെ മഹത്തായ ആശയങ്ങൾ, ലോക നന്മയ്ക്ക് വേണ്ടിയുള്ള ആശയങ്ങൾ, അതെല്ലാവരും ഒന്ന് മനസ്സിലാക്കി പഠിച്ച് മുമ്പോട്ട് പോകട്ടെ. എല്ലാവരെയും അതിനെ പ്രാപ്തരാക്കാനുള്ള ഒരു ഭാഗ്യം പടച്ചോൻ നിങ്ങൾക്ക് തരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.